ഈ വർഷം റിലീസായ ഒരു അടിപൊളി കിളി വർത്തുന്ന കന്നഡ ഫിലിം പരിചയപ്പെടാം. ഈ കൊല്ലം 2024 റിലീസായ ബ്ലിങ്ക് എന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. തുടക്കം മുതൽ ഒരു തരത്തിലും പിടിതരാതെ ഒത്തിരി കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും അതിനെയൊക്കെ കാറ്റിൽ പറത്തി അത്ര അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കിഡിലൻ ക്ലൈമാക്സ്, ഒരു കിഡിലൻ ട്വിസ്റ്റ് ഒക്കെ തന്ന ഒരു ഗംഭീര സിനിമയാണിത്. സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഏത് സോഴ്സിൽ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. പറ്റുമെങ്കിൽ ലാംഗ്വേജ് മാറ്റാതെ കന്നഡയിൽ തന്നെ കാണുക. മലയാളം അത്രയ്ക്ക് അലമ്പായിട്ടുണ്ട്. വൻ കൂറ ഡബിങ്. അതിപ്പോൾ ഞാൻ കണ്ട ഡബിങ്ങിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. അത്ര അലമ്പായിരുന്നു, വൻ ശോകമായിരുന്നു. സോ ഒട്ട് സമയങ്ങളായി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പടത്തിന്റെ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള മുഖംമൂടിയൊക്കെ ധരിച്ച രണ്ടാളുകൾ ഏതോ പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവരുടെ മുഖങ്ങൾ വ്യക്തമായി കാണിക്കുന്നുമില്ല, ഈ പ്രദേശം ഏതാണെന്ന് വ്യക്തമായ ഒരു ഐഡിയയുമില്ല. ഇങ്ങനെ ഒരു വിചിത്ര സെറ്റപ്പ് കാണിച്ച് ആദ്യം തന്നെ നമ്മളെ കൺഫ്യൂസ് ആക്കും. ദെൻ അടുത്ത സീനിൽ ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാർ ഒരു പാലത്തിൽ കൊണ്ട് നിർത്തിയിട്ട് കാറിനകത്തുനിന്ന് ഒരു കത്തിയൊക്കെ എടുക്കുന്നു. ഈ പുള്ളിക്കാരൻ നല്ല ടെൻഷനിലാണ്. ആളുടെ ഭാവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ. കാറിനുള്ളിൽ നിന്നെടുത്ത് കത്തിയെടുത്ത് പാലത്തിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു കളഞ്ഞു. പിന്നെ എന്തൊക്കെയോ കുറച്ച് പേപ്പേഴ്സ് ഡയറി അങ്ങനെ എന്തോ കാറിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട്. പോരാത്തതിന് ഈ മനുഷ്യൻ പാലത്തിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടാൻ ശ്രമിക്കുന്നതായിട്ടും കാണിക്കുന്നു. അദ്ദേഹം ചാടുന്നത് നമ്മളെ കാണിക്കുന്നില്ല, പകരം വെള്ളത്തിൽ എന്തോ വീഴുന്ന ശബ്ദം മാത്രം കേൾപ്പിച്ചു. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അവിടുന്ന് നേരെ കട്ട് ചെയ്താൽ 2021 നമ്മൾ വരുന്നത്. സ്ഥലം ബംഗളൂരു. ഇവനാണ് നമ്മുടെ കഥാനായകൻ അപൂർവ. അപൂർവയുടെ പഠനം കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നു. ഒരുപാട് സപ്ലി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കൂടാതെ പാർട്ട് ടൈം ആയിട്ട് ജോലി നോക്കുന്നുണ്ട്. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല അപൂർവയും സുഹൃത്തുക്കളൊക്കെ നാടകത്തിൽ കുറച്ച് കമ്പമുള്ളവരാ. ഇതിലും അപൂർവ ഭാഗമാകുന്നുണ്ട്. ഈ പുള്ളിക്കാരെയാണ് അപൂർവയുടെ ഗേൾ ഫ്രണ്ട് സ്വപ്ന. ഒരുപാട് ഇടങ്ങളിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി അന്വേഷിക്കുന്നുണ്ട്, എഡിറ്ററായിട്ടൊക്കെ. അങ്ങനെ തിരക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും അവരാവശ്യപ്പെടുന്നത് ഫുൾ ടൈം ആയിട്ട് ജോലിയാണെങ്കിലേ ജോലി കൊടുക്കുന്നതാണ്. ഇവനാണെങ്കിൽ അത് പറ്റത്തുമില്ല. പഠനം നോക്കണം, നാടകത്തിന്റെ കാര്യം നോക്കണം, അതിനിടയ്ക്ക് ഫുൾ ടൈം ആയിട്ട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഫുൾ ടൈം ജോലി ചെയ്താലും കൊടുക്കുന്ന ശമ്പളം വളരെ വളരെ തുച്ഛമായിരിക്കും. നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുകയാണ്. അപൂർവയാണെങ്കിൽ മേക്കപ്പ് റൂമിലിടുന്ന അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്ന കൂട്ടത്തിൽ കഴുത്തിൽ ഈ കോളർ വിട്ടൊരു പുള്ളിക്കാരൻ ഇവന്റെ അടുത്ത് വന്ന്, അപൂർവ എന്തൊക്കെയുണ്ട്, നിന്റെ അമ്മ യശോദ എങ്ങനെ ഇരിക്കുന്നു? ഇയാളെ കണ്ട് അപൂർവ ഇങ്ങനെ ഞെട്ടിപ്പോയെന്നേ. കാരണം ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് കയറി വരുന്നത് പോലും ഇവൻ കണ്ടില്ല. ഇയാൾ എങ്ങനെ കയറി വന്നു? പെട്ടെന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടോ വല്ലതാണോ? അല്ല, ആരാ നിങ്ങൾക്ക് എങ്ങനെ എന്റെ അമ്മയെ അറിയാം? ഞാൻ ആരാന്നൊക്കെ പറയാം. ആദ്യം നീ എന്റെ അമ്മ യശോദയുടെ അടുത്ത് പോയി പറയണം അവളുടെ ഹസ്ബൻഡ് ജീവനോടുണ്ടെന്ന്. അപൂർവ ഇങ്ങനെ ഞെട്ടിപ്പോയി. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ അച്ഛൻ ജീവനോടുണ്ടെന്നോ? ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? നിങ്ങൾക്ക് എങ്ങനെ എന്റെ അമ്മയെ അറിയാം? അപൂർവ, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സമയമാകുമ്പോൾ ഞാൻ തരാം. ഇപ്പൊ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ അപൂർവയോട് കൂടുതൽ ഒന്നും പറയാതെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മുടെ അപൂർവ അയാളുടെ പുറകെ പോകാൻ ശ്രമിച്ചെങ്കിലും നാടക ക്രൂവിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി അങ്ങോട്ട് വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അപൂർവയെ വിളിച്ചുകൊണ്ട് പോയി. പിന്നീട് അങ്ങോട്ട് അപൂർവ തുടർച്ചയായിട്ട് ഇതിനെപ്പറ്റി തന്നെ ചിന്തിക്കുന്നു. എന്താ അവിടെ സംഭവിച്ചത്? ഒന്ന് കണ്ണുകൂടി തുറന്നപ്പോഴേക്കും ആരോ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പോകുന്നു. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ അപൂർവ ഇക്കാര്യങ്ങൾ അവന്റെ ഗേൾ ഫ്രണ്ട് സ്വപ്നയോട് പറഞ്ഞപ്പോൾ, എന്താണ് ഇത്, ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയെന്ന് കരുതി നീ അത് തന്നെ ചിന്തിച്ചിരിക്കുകയാണോ? അത് വിട്ടേക്ക്, ആർക്കും എന്തും പറയാലോ, നീ ചുമ്മാ ഓർത്തെങ്കിൽ ഇത് കുളവാണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന സത്യ എന്നൊരു പുള്ളിക്കാരൻ നമ്മുടെ സ്വപ്നയുടെ അടുത്ത് വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി സത്യയുടെ അച്ഛനെ അമ്മയും പരിചയപ്പെടുത്തുന്നുണ്ട്. അപൂർവയ്ക്ക് ഇഷ്ടപ്പെടുവോ? അപൂർവ അവന്റെ ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യ വന്നിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോയി അവന്റെ പേരൻസിനെ പരിചയപ്പെടുത്തുന്നു. അവന്റെ ഉദ്ദേശം അത്ര ശരിയല്ലല്ലോ, എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ. സത്യ അങ്ങനെ ചെയ്തത് തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് അപൂർവ സ്വപ്നയോട് പറയുന്നുണ്ട്. എന്നാൽ സ്വപ്നയൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എടാ എന്താ അത്, അവൻ ജസ്റ്റ് കാഷ്വലായിട്ട് അവന്റെ പേരൻസിനെ പരിചയപ്പെടുത്തി, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ലേ സ്വപ്നയ്ക്ക് തോന്നൂ. പക്ഷെ ഒരാണ് വാല് പൊക്കുന്നത് കണ്ടാൽ എന്തിനാണെന്ന് മറ്റൊരാളിനല്ലേ മനസ്സിലാവൂ. സത്യയുടെ ഉദ്ദേശം എന്താണ്, അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് അപൂർവയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അപൂർവ പ്രത്യേകം പറയുന്നുണ്ട്, ഇനി ഇമാതിരി പരിപാടിയൊന്നും വേണ്ട, അവൻ വിളിക്കുമ്പോൾ ഒന്നും പോയേക്കരുതെന്ന്. സ്വപ്ന അത്യാവശ്യം ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ്. അവൾക്ക് ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപൂർവയ്ക്ക് കാശിന് ആവശ്യം വരുമ്പോൾ സ്വപ്നം സഹായിക്കാറൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവളുടെ സ്റ്റാറ്റസിനനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇവനേക്കാൾ ഒരുപാട് ബെറ്റർ ഓപ്ഷൻസ് കിട്ടും. ബട്ട് അതല്ലല്ലോ പ്രധാനം. അവൾക്ക് വേണ്ടത് എന്താണോ അത് ഇവൻ കൊടുക്കുന്നുണ്ട്. അപൂർവയ്ക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് സ്വപ്നം അവൻ്റെ കൂടെ തന്നെയുണ്ട്. അടുത്ത ദിവസവും അപൂർവ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുന്നുണ്ട്. അവിടെ പറയുന്ന ജോലിയൊക്കെ ഇവൻ ഓക്കെ ആണെങ്കിലും അവർ കൊടുക്കാമെന്ന് പറയുന്ന സാലറി തീരെ കുറവാണ്. ഇപ്പോൾ ചെയ്യുന്ന ജോലികളുടെ കൂട്ടത്തിൽ സമയം ഒപ്പിച്ച് ആ ജോലിയും ചെയ്യണം, എന്നാൽ പെട്രോൾ അടിക്കാനുള്ള കാശ് മാത്രം കിട്ടുകയും ചെയ്യും. ശമ്പളം കുറവായതുകൊണ്ട് തന്നെ ആ ജോലിക്ക് ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്കൊക്കെ വാങ്ങാൻ ചെല്ലുന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെയും ഭയങ്കര റേറ്റ്, എല്ലാ ബുക്സും വാങ്ങാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് തൽക്കാലം പഠിക്കാൻ ആവശ്യത്തിന് അത്യാവശ്യമുള്ള ബുക്സ് മാത്രം വാങ്ങി ബാക്കിയുള്ള ബുക്സ് പിന്നീട് വാങ്ങിക്കൊള്ളാമെന്ന്. ഇങ്ങനെ ബുക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപൂർവയ്ക്ക് അവിടെ ഒരു മിസ്റ്റീരിയസ് മനുഷ്യനെ കാണാൻ പറ്റുവാണ്. കഴിഞ്ഞ ദിവസം ഇവന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ ഇവന്റെ അച്ഛൻ ജീവനോടെ ഉണ്ട്, യശോദയ്ക്ക് സുഖമാണോ, അതായത് ഇവന്റെ അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ പുള്ളിക്കാരൻ അയാൾ ദാണ്ടെ ഇപ്പോൾ നമ്മുടെ അപൂർവയെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുന്നു. ഇയാൾ ആരാണ്, തന്നെ ഇയാൾ ഫോളോ ചെയ്യണോ, എന്താണ് ഇങ്ങനെ വേണ്ടതെന്നൊക്കെ ചോദിക്കാനായിട്ട് അങ്ങനെ അടുത്തോട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അയാളെ അവിടെ നിന്ന് കാണാതായി. ഒരൊറ്റ നിമിഷം കൊണ്ട് ഇങ്ങനെ എങ്ങോട്ട് ഓടി വിളിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന് കണ്ണ് മൂടി തുറക്കുന്ന സമയം കൊണ്ട്, ഒന്ന് ബ്ലിങ്ക് ചെയ്ത സമയം കൊണ്ട് അങ്ങനെ കാണാനില്ല. സ്വാഭാവികമായിട്ടും അപൂർവയ്ക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നി. അപൂർവ ഇക്കാര്യങ്ങളൊക്കെ അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. ആ മിസ്റ്റീരിയസ് മാൻ പറഞ്ഞ പോലെ അപൂർവയുടെ അച്ഛൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും ഇവൻ അറിയില്ല. കാരണം ഇവൻ 5 വയസ്സുള്ള സമയത്ത് ഇവന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയതാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അപൂർവയുടെ അമ്മയോ അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരാൾ വന്നിട്ട് ഇവന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അപൂർവയ്ക്ക് അവന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണാൻ തോന്നും. ഒരുപാട് സംശയങ്ങൾ തോന്നും. എന്തുകൊണ്ടാണ് അവന്റെ അച്ഛൻ പണ്ട് വീട് വിട്ടു പോയത്, എങ്ങോട്ടാണ് അദ്ദേഹം പോയത്, എന്താണ് സംഭവിച്ചത്, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ സംശയങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പോലും ആ മിസ്റ്റീരിയസ് മാൻ ഇവന്റെ മുന്നിൽ നിൽക്കുന്നില്ല. ഇവനോട് വന്ന് ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഇവന്റെ മുന്നിലൂടെ ഇങ്ങനെ പാസ്
പാസ് ചെയ്യുന്നു, എന്നിട്ട് എങ്ങോട്ടോ അപ്രത്യക്ഷമായി പോകുന്നു. ദെൻ പിന്നീട് ഒരു ദിവസം അപൂർവയും സ്വപ്നയും അവരുടെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മുടെ അപൂർവയും സ്വപ്നയും തമ്മിൽ ചെറിയൊരു മത്സരം നടത്തും, ഒരു ചോക്ലേറ്റിന് വേണ്ടി. മത്സരം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കണം. ആരാണോ കൂടുതൽ സമയം കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ കണ്ണടയ്ക്കാതെ പിടിച്ചിരിക്കുന്നത് അവർ മത്സരത്തിൽ വിജയിക്കും. മത്സരം തുടങ്ങി. ആദ്യമൊക്കെ ഇരുവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കുറേ സമയമൊക്കെ കണ്ണ് തുറന്നിരിക്കാനാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. സമയം പോകെ സ്വപ്നയ്ക്ക് അടിപതരം തുടങ്ങി. അധികം വൈകാതെ അവൾ കണ്ണടച്ചു. എന്നാൽ അപൂർവയാവട്ടെ മത്സരം തീർന്നിട്ടും കണ്ണടയ്ക്കാതെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരൊറ്റ തവണ പോലും അവൻ ബ്ലിങ്ക് ചെയ്തില്ല. ഒരു വലിയ കൂട്ടത്തിൽ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണിത്, ഒരുപാട് നേരം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാതിരിക്കാൻ പറ്റുക. മത്സരം കഴിഞ്ഞ് അപൂർവ ജയിച്ചിട്ടും കുറേ സമയം അവൻ അങ്ങനെ അവളെ തന്നെ നോക്കി കണ്ണ് ചിമ്മാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ വിഷൻസ് അവനെ കാണാൻ പറ്റുന്ന പോലെ, എന്തൊക്കെയോ ഓർമ്മകൾ അവൻ്റെ തലയിലേക്ക് വരുന്ന പോലെ അവന് ഫീൽ ചെയ്തു. ഇതൊക്കെ അപൂർവയുടെ ചിന്തകൾ മാത്രമാണോ? അവൻ ചുമ്മാ ഇമാജിൻ ചെയ്ത് കൂട്ടുന്നതാണോ? അതല്ലെങ്കിൽ ശരിക്കും ഈ കാണിക്കുന്ന ഈ വിഷൻസുമായിട്ട് എന്തെങ്കിലും ഇവന് ബന്ധമുണ്ടോ? ഇനിയൊരു പക്ഷേ ഇവൻ ഈ നാടകത്തിൻ്റെ ഒക്കെ ഭാഗമായതുകൊണ്ട് ഇതിലെ കഥാപാത്രങ്ങൾ വല്ലോ അവൻ്റെ മനസ്സിൽ കൂടി അങ്ങനെ വല്ലതും തോന്നുന്നതാണോ? അറിയില്ല. ഒരുപാട് സംശയങ്ങൾ മാത്രം ബാക്കി. ഇവിടെ ഈ മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അപൂർവ വീണ്ടും നോർമലായിട്ട് ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അതുകൊണ്ട് ആ മിസ്റ്റീരിയസ് മനുഷ്യൻ അവിടെയുണ്ട്. അയാളുടെ കൂടെ അപൂർവയെ നിൽക്കുന്നു. അത് അപൂർവ തന്നെയാണോ അതോ ഇവന്റെ ട്വിൻ ബ്രദർ വല്ലോ ആണോ? നമ്മുടെ അപൂർവ നോക്കുമ്പോൾ എക്സാക്ട്ലി ഇവനെ പോലെ തന്നെയുള്ള ഒരുത്തൻ ആ മിസ്റ്റീരിയസ് മനുഷ്യന്റെ കൂടെ അങ്ങനെ അവിടെ നിൽക്കുന്നു. മുമ്പ് 2 തവണ ഈ മിസ്റ്റീരിയസ് മാൻ നമ്മുടെ അപൂർവയുടെ മുന്നിൽ വന്നപ്പോൾ സംഭവിച്ച പോലെ തന്നെ ഇപ്പോഴും അപൂർവയുടെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറിയപ്പോഴേക്കും ആ 2 പേരെ അവിടെ കാണാനില്ല. ആ മിസ്റ്റീരിയസ് മാനെ കാണാനില്ല. അങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്ന എക്സാക്ട്ലി നമ്മുടെ അപൂർവയെ പോലെ തന്നെ ഇരിക്കുന്ന ആ പുള്ളിക്കാരനെ കാണാനില്ല. ഇതെല്ലാം നമ്മുടെ അപൂർവ കണ്ടു. അവന്റെ ഫ്രണ്ട്സിനോട് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ അവർ വിശ്വസിക്കൂ. നമ്മുടെ അപൂർവയ്ക്ക് ഭ്രാന്താണെന്നല്ലേ അവർ പറയൂ. അതുകൊണ്ട് ഇവിടെ വെച്ച് ആരോടും ഒന്നും പറയുന്നില്ല. വെറുതെ എന്തിനാണ് ഇവരുടെ കളിയാക്കൽ കേൾക്കുന്നത്? ദെൻ പിന്നീട് ഒരു ദിവസം നമ്മുടെ അപൂർവ അവന്റെ ഫ്രണ്ട്സ് അടങ്ങുന്ന ഈ ഒരു നാടക ക്രൂവിലേക്ക് ഗോപാൽ എന്നൊരു വ്യക്തി വരുന്നുണ്ട്. പ്രായമായ താടിയും മുടിയൊക്കെ നരച്ച ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കൂടുതലും ത്രില്ലേഴ്സ് ആണ്. ഒരു കാലത്ത് അത്യാവശ്യം പോപ്പുലർ ആയിരുന്ന ഒരു എഴുത്തുകാരനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചു. ആൾ ആരോടും സംസാരിക്കാതായി. ഒരുപാട് നാടകങ്ങൾക്ക് ആൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ആൾ ആരോടും സംസാരിക്കാറില്ല. അദ്ദേഹം കഥകൾ എഴുതും, അതിവർക്ക് കൊടുക്കും. നേരിട്ട് ആരോടും സംസാരിക്കാറില്ല. സ്വന്തമായി വീടില്ല, എവിടെയും കിടന്നുറങ്ങും. ഈവൻ തെരുവിൽ പോലും കിടന്നുറങ്ങും. ഇദ്ദേഹത്തിന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ആരോടും മിണ്ടാത്തത്, ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്, ഒന്നും ഇദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഷെയർ ചെയ്തിട്ടില്ല, പുസ്തകങ്ങളിലൂടെ പോലും. ഗോപാൽ മാസ്റ്ററും ഇവരോടൊപ്പം നാടക ക്രൂവിന്റെ ഭാഗമായി. ദെൻ നമ്മുടെ അപൂർവയ്ക്ക് നേരത്തെ അവൻ അറ്റൻഡ് ചെയ്തിരുന്ന ഇന്റർവ്യൂവിൽ സെലക്ടഡ് ആയി ജോലി കിട്ടുന്നുണ്ട്. ജോലി കിട്ടിയ സന്തോഷത്തിൽ അപൂർവയ്ക്ക് അവന്റെ ഗേൾഫ്രണ്ട് സ്വപ്ന കുറച്ച് പൈസയും കൂടെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു ജോലിയിലേക്കൊക്കെ കയറുമല്ലേ, നല്ല ഡ്രസ്സ് എടുക്കാനും അതിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി അവളാൽ പറ്റും വിധം. തന്നെ അപൂർവ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. നാട്ടിലാണ് ഇവന്റെ അമ്മ. ഇവന് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. ഇന്നേ വരെ ഇവൻ അച്ഛനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും അമ്മയോട് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഇവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. എന്നാലും അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ദെൻ അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പുറത്ത് നല്ല മഴയാണ്. അവന്റെ റൂമിന്റെ ജനാല അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ പുറത്ത് ആരോ നിൽക്കുന്ന പോലെ കണ്ടു. ഇതാറാ ഈ പാതിരാത്രി സമയത്ത് ഇവിടെ നിൽക്കുന്നുള്ള മട്ടിൽ നമ്മുടെ അപൂർവ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ പുറത്ത് നിൽക്കുന്നത് കാഴ്ചയിൽ നമ്മുടെ അപൂർവയെ പോലെ തന്നെയുള്ള ഒരുത്തനാണ്. നേരത്തെ ആ മിസ്റ്റീരിയസ് മാൻ്റെ കൂടെ കണ്ടില്ലേ അവൻ. അപൂർവ ഞെട്ടിപ്പോയി. പെട്ടെന്ന് പാനിക്കായി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവിടെ അവനെ കാണാനില്ല. ഇത്രയൊക്കെ മതിയല്ലോ ഒരു മനുഷ്യനെ വട്ടാക്കാൻ. നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഇവൻ കാണുന്നതൊക്കെ റിയൽ ആണോ ഒറിജിനലാണോ അതോ ഇവന് മാത്രം തോന്നുന്നതാണോ എന്നുള്ള സംശയങ്ങൾ തോന്നി തുടങ്ങി. അടുത്ത ദിവസം രാവിലെ നമ്മുടെ അപൂർവ പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ മിസ്റ്റീരിയസ് മാനെ അവന് കാണാൻ പറ്റി. ഇവൻ താമസിക്കുന്ന ഒരു കോളനി സ്ട്രീറ്റിൽ താഴെ വന്ന് ഇവനെ തന്നെ നോക്കി നിൽക്കുന്നു. അപൂർവ ഓടി ഇറങ്ങി താഴെ ചെന്നപ്പോഴേക്കും അയാളെ വീണ്ടും കാണാതായി. അന്ന് തന്നെ നമ്മുടെ അപൂർവ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്ക് വാങ്ങാനായിട്ട് ചെന്നപ്പോൾ അവിടെ ദേ പിന്നെയും ആ മനുഷ്യൻ ഇത്തവണ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുമെന്നുള്ള മട്ടിൽ നമ്മുടെ അപൂർവ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അയാൾ ഇവനെ മൈൻഡാക്കാതെ അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ അപൂർവ വിടാതെ അയാളെ ഫോളോ ചെയ്യുന്നു. അയാളുടെ പിന്നാലെ ചെന്ന് ഹേയ് നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? ആരാ നിങ്ങൾ? എൻ്റെ പേരറിയാം, എൻ്റെ അമ്മയുടെ പേരറിയാം. എന്താ അതിൻ്റെ ഉദ്ദേശം? അതിനങ്ങേരാവട്ടെ നിക്കപൂർവ സമയമാകുമ്പോൾ ഞാൻ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പം നീ എന്നെ ഫോളോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നും പറഞ്ഞ് മുന്നോട്ട് നടന്നു. കറക്റ്റ് ഈ സമയത്ത് നമ്മുടെ അപൂർവയ്ക്ക് ഒരു കോൾ വന്നു. അവൻ ജസ്റ്റ് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും അയാളെ നോക്കിയപ്പോൾ അയാളെ എവിടെയെങ്കിലും കാണാനില്ല. അപൂർവയുടെ കണ്ണ് തെറ്റിയാൽ ഈ മനുഷ്യനെ കാണാതാവും. തന്നെ അപൂർവ അവൻ്റെ സുഹൃത്തിനെ മീറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ അവൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? അപൂർവ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതൊക്കെ അപൂർവയുടെ തോന്നലായിരിക്കും, അതല്ലെങ്കിൽ ഒരു കളവൻ എന്നെ ഫോളോ ചെയ്യുന്നെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ലെന്നുള്ള മട്ടിലാണ് ഫ്രണ്ടിന്റെ റെസ്പോൺസ്. ഇതേ സമയം തന്നെ ഇവന്റെ ഗേൾ ഫ്രണ്ട് സ്വപ്ന ഇവനെ കോൺടാക്ട് ചെയ്ത് വൈകുന്നേരം 4 മണിക്ക് മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അവൾക്ക് ഇവൻ എന്തോ സർപ്രൈസ് കൊടുക്കാനുണ്ടെന്ന്. തുടർന്ന് സമയമായപ്പോൾ നമ്മുടെ അപൂർവയും അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതേ സ്ഥലത്ത് ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള വേഷമൊക്കെ കെട്ടി എന്തൊക്കെയോ മന്ത്രവും ചൊല്ലി റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റും കാണാറുണ്ടല്ലോ. 4 ആൾ കൂടുന്ന സ്ഥലത്ത് നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയും. അവരുടെ മതം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇവർ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഇവരത് പറഞ്ഞു തീർത്തിട്ടേ പോകത്തുള്ളൂ. അത്ര സമയം 1/4 മണിക്കൂർ ആളുകളെ വെറുപ്പിച്ച് അങ്ങ് അറ്റം പറ്റിച്ചിട്ടേ പോകത്തുള്ളൂ. ഇവിടെ ഇക്കൂട്ടരും ഈ 3 ആളുകൾ നമ്മുടെ അപൂർവയുടെ അടുത്ത് വന്ന് എന്തെങ്കിലും കാണിക്ക് തരണം, 101 രൂപ തന്നു കഴിഞ്ഞാൽ ദേവി അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞു. ആ ഫസ്റ്റ് ഓട്ടോ കാശ് കൊടുക്കാൻ 50 രൂപ ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ കാമുകി വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന അപൂർവയുടെ അടുത്താണ് ഇവർ 101 ചോദിക്കുന്നത്. പൈസ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ഇവനെ ശപിച്ചു. നമ്മുടെ അപൂർവയുടെ നെഴൽ തന്നെ അവനെ ശല്യം ചെയ്യട്ടെ എന്ന്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ആളുകൾ. നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനെ പിന്നെയും ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയിട്ട് അവർ ദൈവത്തിന്റെ ആളുകളാണ് പോലും. ഇവറ്റുകൾ നമ്മുടെ അപൂർവനെ ഇങ്ങനെ ശപിച്ച് അവന്റെ മേത്ത് ഇങ്ങനെ ഭസ്മൊക്കെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപൂർവയെ ഞെട്ടിക്കുന്ന കാഴ്ച കാണുവാണ്. എന്താണെന്നാൽ ഇവന്റെ ഗേൾ ഫ്രണ്ട് സ്വപ്ന വേറൊരുത്തിന്റെ കൂടെ പോകുന്നു. ആ വേറൊരുത്തിനെ കാണാൻ എക്സാക്ട്ലി നമ്മുടെ അപൂർവയെ പോലെ തന്നെയുണ്ട്. മുമ്പ് 2 തവണ നമ്മുടെ അപൂർവ കണ്ട അപൂർവയുടെ അവരൻ അല്ലെങ്കിൽ അപൂർവയെ പോലെ തന്നെ ഇരിക്കുന്ന ആ വ്യക്തിയുടെ കൂടെ സ്വപ്നതയെ പോകുന്നു. സ്വപ്നയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല. സ്വപ്നം നോക്കുമ്പോൾ എക്സാക്ട്ലി അവളുടെ ബോയ് ഫ്രണ്ടിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരുത്തൻ അവനെയും പിക്ക് ചെയ്തുകൊണ്ട് അവളങ്ങ് പോയെന്നേ. അപൂർവ സ്വപ്നയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് കോൾ കണക്ട് ആവുന്നില്ല. ഇതിപ്പോൾ അവർ എങ്ങോട്ടാണ് പോയത്, അവൻ ആര്, എന്താ അവസ്ഥ ഒന്നും അറിയാൻ പറ്റാതെ ഇവൻ ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായി. ഒരുമാതിരി അങ്ങ് ഡിപ്രസ്ഡ് ആയി നമ്മുടെ അപൂർവ അവൻ്റെ റൂമിൽ ചെന്നു. വൈകുന്നേരം അവൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവന്റെ ഗേൾ ഫ്രണ്ട് സ്വപ്നം നമ്മുടെ അപൂർവയെ പോലെ തന്നെ ഇരിക്കുന്ന ആ പുള്ളിക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. അവനെ ഇറക്കി വിട്ടിട്ട് അവളങ്ങ് തിരികെ പോയി. ഉടനടി നമ്മുടെ
നമ്മുടെ അപൂർവ ഇത് കൊണ്ട് ഓടി ഇറങ്ങി താഴെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും സ്വപ്നം ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയ എക്സാക്ട്ലി നമ്മുടെ അപൂർവയെ പോലെ തന്നെ ഇരിക്കുന്ന അവനെ കാണാനില്ല. ഇതെന്തും മറിവായത്? ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നതാണോ അതോ ഇതൊക്കെ അപൂർവയുടെ ലോകത്ത് മാത്രം സംഭവിക്കുന്നതാണോ? അതായത് ഇവന്റെ തോന്നലുകളാണോ? ഒരുപാട് ടെൻഷനൊക്കെ കാരണം പ്രാന്ത് പിടിച്ച് വട്ടായി പോയതാണോ? ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുന്നതാണോ എന്നുള്ള തരത്തിലേക്ക് ഇവൻ ചിന്തിക്കാൻ തുടങ്ങി. ഇത് രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇവന്റെ ഗേൾ ഫ്രണ്ട് അയച്ചു കൊടുത്തിരിക്കുന്ന കുറേ ഫോട്ടോസ് കാണാം. ആ ഫോട്ടോസിൽ അവളോടൊപ്പം ഉള്ളത് അപൂർവയല്ല, അപൂർവയെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റേ പുള്ളിക്കാരനാണ്. തൽക്കാലം നമുക്ക് ആ പുള്ളിക്കാരനെ ഇവന്റെ ക്ലോൺ എന്ന് വിളിക്കാം. ആ ഫോട്ടോസ് ഒക്കെ കണ്ടില്ലേ, അതിലുള്ള ആ ക്ലോൺ നല്ല ഹാപ്പിയാണ്, സ്വപ്നയും ഹാപ്പിയാണ്. ഇതുവരെയുള്ള സ്റ്റോറിയിൽ നമ്മൾ കണ്ടത് വെച്ച് നമ്മുടെ ഈ റിയൽ അപൂർവ ഇവന്റെ ഗേൾ ഫ്രണ്ടിനായിട്ട് അത്ര കണ്ട് ഹാപ്പി ആയിട്ട് അവളെ സന്തോഷിപ്പിക്കണം എന്നുള്ള രീതിയിൽ പെരുമാറിയതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇവൻ അത്ര നല്ല രീതിയിലല്ലോ പോകുന്നത്. ഇവൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് എപ്പോഴും കുറച്ച് ഡൗൺ ആയിട്ട് ആ ഒരു ഡിപ്രഷൻ മൂഡിലാണ് അവളോട് പോലും സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നോക്ക്, ഈ ഫോട്ടോയിലുള്ള ക്ലോൺ അവളോട് നല്ല ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. ഫോട്ടോസിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. സ്വപ്നയും വോയിസ് മെസ്സേജ് ആയിട്ട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ദിവസം അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അപൂർവ ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയും നല്ല രീതിയിൽ അവളോട് സംസാരിക്കുന്നത്. ഒരിക്കലും ഇന്നലത്തെ ദിവസം അവൾ മറക്കത്തില്ല. അവൾ അത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആയതോടെ രാവിലെ തന്നെ നമ്മുടെ അപൂർവ സ്വപ്നയെ വിളിച്ച് അവളെ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നേരിട്ട് കണ്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഇവളോടൊപ്പം ഉണ്ടായിരുന്ന ഇവനല്ല പോലും. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അവളുടെ പെർസ്പെക്റ്റീവിൽ അവളുടെ മുന്നിലുണ്ടായിരുന്ന അവളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അപൂർവ തന്നെയാണ്. ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ഇവർ രണ്ടാളും എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെ റിലേഷൻഷിപ്പിലായി, അങ്ങനെ A to Z കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയായിരുന്നു. രാവിലെ തന്നെ അപൂർവ ഇങ്ങനെ വിളിച്ചു വരുത്തി പിച്ചും പേയും പറയുന്നത് കേട്ട് ഇവൾ ഒരുമാതിരി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അപൂർവയ്ക്ക് സഹി കെട്ടി ഇവളുടെ കാല് പിടിച്ച് അവളെ പിടിച്ചു നിർത്തി കരഞ്ഞ് നിലവിളിച്ച് അത് ഞാനല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അങ്ങ് ശോകം അടിച്ചപ്പോൾ ഇവന്റെ അവസ്ഥയിൽ അവൾക്ക് നല്ല സംശയം ഉണ്ടെങ്കിലും അവൾ ഇവനെ ആശ്വസിപ്പിക്കുന്നു. അവിടെ കെട്ടിയതാൽ 1996 റായദുർഗ എന്ന സ്ഥലത്ത് നടന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കാറിൽ ചാരി നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഈ വ്യക്തിയുടെ പേര് ഗോപാൽ. ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തിന് അടുത്ത് വന്ന് സംസാരിക്കുന്ന ഈ വ്യക്തി കണ്ടില്ലേ, ഇദ്ദേഹത്തിന്റെ പേരാണ് അറിവ് മൈസൂരിൽ നിന്ന് വന്നതാണ്. രത്നാകർ ശാസ്ത്രി എന്നൊരു വ്യക്തിയുടെ ഒരു സെമിനാറിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് സമയമായിട്ട് ഈ പ്രദേശത്ത് കാത്തിരിക്കുന്നു. ഇതുവഴിയൊന്നും ബസ്സൊന്നും വരുന്നില്ല. സോ ഈ ഗോപാലിന്റെ കാറിൽ ഇദ്ദേഹത്തെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. കറക്റ്റ് സ്ഥലത്താണ് അറിവ് എന്ന് ചോദിച്ചത്. കാരണം ഈ ഗോപാൽ എന്ന വ്യക്തി ഈ കാറിൽ ഇന്ന് രത്നാകർ ശാസ്ത്രി അദ്ദേഹത്തിന്റെ സെമിനാറിന് കൊണ്ടുവിടാൻ പോകുന്ന ആളാണ്. ഇതാണ് ശാസ്ത്രി. ഇദ്ദേഹത്തിന്റെ സെമിനാർ കേൾക്കാൻ സഹായിക്കുമെന്ന് ഇദ്ദേഹത്തിന്റെ തന്നെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്ന പോലെ പോയി. വളരെ സന്തോഷത്തോടെ അവരും സമ്മതിച്ചു. രത്നാകർ ശാസ്ത്രി സെമിനാറിന് പോകുമ്പോൾ നമ്മുടെ അറിവിനെയും കൂടെ കൂട്ടി. അങ്ങനെ അറിവ് സെമിനാറിന് പങ്കെടുത്തു. പുള്ളിക്കാരൻ ഒരുപാട് സന്തോഷമായി. ഗോപാലുമായിട്ട് സംസാരിച്ച് നല്ല സുഹൃത്തുക്കളാവുന്നുണ്ട്. സെമിനാർ കഴിഞ്ഞ് നമ്മുടെ ഗോപാൽ ശാസ്ത്രി സാറിനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ശാസ്ത്രി സാറിന് ചെല്ലാൻ സാധിക്കുമായിരുന്നില്ല. ഇദ്ദേഹത്തിന് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഗോപാൽ. അതറിഞ്ഞപ്പോൾ ശാസ്ത്രി സാർ പറഞ്ഞു തൽക്കാലം ഇദ്ദേഹത്തിന് പകരം നമ്മുടെ അറിവിനെ ഗോപാലിന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകും. ഇദ്ദേഹത്തിന് വിശക്കുന്നുണ്ടാവും. പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതിന് നല്ലതല്ലേ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരെ ഒരുമിച്ച് അയച്ചു. ഗോപാലിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ സഹോദരിയുമാണുള്ളത്. 4 ആൾ ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിച്ചു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഗോപാലിന് ചരിത്രത്തെ പറ്റി അറിയാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളാണ്. ഒരുപാട് കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ശീലമുണ്ട്. പണ്ടത്തെ കാലങ്ങളിൽ യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ന് കിട്ടാനില്ലാത്ത വളരെ റെയർ ആയിട്ടുള്ള കോയിൻസ് വരെയുണ്ട് ഗോപാലിന്റെ അടുത്ത്. ഇതൊക്കെ കണ്ടപ്പോൾ അറിവിനും ഒത്തിരി സന്തോഷം. കാരണം അറിവും ഇങ്ങനെയുള്ള ആളാണ്. അദ്ദേഹത്തിനും ചരിത്രത്തിൽ ഒരുപാട് താല്പര്യമുണ്ട്. അറിവ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ കല്ലയ്യ എന്നൊരു വ്യക്തി ഉണ്ടെന്ന് ഗോപാൽ പറയുന്നുണ്ട്. ആ കല്ലയുടെ അടുത്ത് ഒത്തിരി കോയിൻസ് ഉണ്ട് അത്രേ. അറിവിന് സമ്മതമാണെങ്കിൽ ഇന്നൊരു ദിവസം ഇവിടെ നിന്ന് അടുത്ത ദിവസം കല്ലയ്യെ പോയി മീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കോയിൻ കളക്ഷൻ ഒക്കെ നോക്കി പരിചയപ്പെടാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കോയിൻസ് ഒക്കെ കല്ലയുടെ അടുത്തുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അറിവും സമ്മതിച്ചു. അന്ന് രാത്രി ഗോപാലിന്റെ സഹോദരി ദേവകിയും നമ്മുടെ അറിവും തമ്മിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അറിവിനെ കണ്ടപ്പോൾ തന്നെ ദേവകിക്ക് ഇഷ്ടപ്പെട്ടൊരു മട്ടാണ്. പുള്ളിക്കാരി ഇദ്ദേഹം വായിക്കുന്ന പുസ്തകത്തെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിലെ കഥകൾ കേൾക്കാനും അറിവിന്റെ സംസാര രീതിയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പോലെയാണ് അവളുടെ പെരുമാറ്റം. കാര്യം പിടികിട്ടിയല്ലോ. ദേവകിക്ക് അറിവിനെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ചരിത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ പരിജ്ഞാനവും അദ്ദേഹത്തിന്റെ നോളജും പുസ്തകങ്ങൾ വായിക്കുന്ന ശീലവും അതിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ലൈഫ് ലോങ് ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ബോറടിക്കൂല എന്ന് തോന്നിയിട്ടാവണം കുട്ടിക്ക് ഇയാളോട് എന്തോ ഒരു താല്പര്യം തോന്നി. ശേഷം അടുത്ത ദിവസം അറിവ് ദേവകിയുടെ കൂടെ ഈ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റി കാണാനും കല്ലയുടെ വീട്ടിൽ പോകാനും ചെല്ലുന്നു. ഈ സമയങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിവിന്റെ അടുത്തൊരു പെട്ടി ഉള്ളത് കാണാം. ആ കാലത്ത് അധികം ആളുകളൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്ത വളരെ വിലപിടിപ്പുള്ളൊരു പെട്ടി. അവിടുന്ന് കിട്ടിയാൽ പ്രസന്റ് ടൈമിൽ ഇവിടെ നമ്മുടെ ഹീറോ അപൂർവ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ വാഹനത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും നേരം അവിടെ അങ്ങനെ ആളില്ലായിരുന്നു. പെട്ടെന്ന് അയാൾ അവിടെ വന്നു. അതാരാണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ അപൂർവയുടെ ക്ലോൺ. അപൂർവ ആ കാഴ്ച കണ്ടിങ്ങനെ ഞെട്ടിത്തിരിച്ച് നിൽക്കുമ്പോൾ തന്നെ ആ ക്ലോൺ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയി. പാനിക്കായി അപൂർവ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നോക്കി. അവിടെ എങ്ങും ആരെയും കാണാനില്ല. തോന്നലായിരിക്കും നേരത്തെ വാഹനത്തിനകത്ത് കയറിയപ്പോൾ വീണ്ടും ആ ഒരു ക്ലോൺ പാസഞ്ചർ സീറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. ക്ലോൺ ഒരുമാതിരി അങ്ങ് വീക്കായ പോലെ ബിഹേവ് ചെയ്ത് അപൂർവ ഞാൻ പറഞ്ഞ കേക്ക് ഇതൊരു ഇല്യൂഷൻ ഒന്നുമല്ല. നോക്ക് എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നുണ്ട്. നിനക്കൊരാൾ ഇങ്ങോട്ടൊരു ജോലി ഓഫർ ചെയ്തിരുന്നല്ലോ, നല്ല സാലറി ഒക്കെ പറഞ്ഞ് ആ ജോലിക്ക് പോരുത്, അത് അപകടമാണ്, അയാൾ നിന്നെ ചതിക്കുവാണ് എന്ന് മാത്രം പറഞ്ഞ് ക്ലോൺ വീണ്ടും അപ്രത്യക്ഷമായി പോയി. എങ്ങനെയുണ്ടാവും അപൂർവയ്ക്ക്? ഇവനീ കാണുന്നതൊന്നും ഒരു ഇല്യൂഷനല്ല, ഇത് റിയൽ ആണ്. ആ വ്യക്തിക്ക് ഇവനെ തൊടാൻ പറ്റുന്നുണ്ട്. ഇതിനു മുമ്പുണ്ടായ പല കാര്യങ്ങളും റിയലി സംഭവിക്കുന്നതാണെന്നുള്ള ബോധ്യം ഇവനിപ്പോൾ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം കൺഫ്യൂസ്ഡുമാണ്. ഇതൊക്കെ എന്താ ഇങ്ങനെ? നോർമലി സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ക്ലോൺ ആ ജോലിക്ക് പോരെന്ന് ഇവനോട് പ്രത്യേകം പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ജോലി കിട്ടി ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ കെട്ടിയതാൽ അങ്ങ് പാസില്ല നമ്മുടെ ദേവകയും അറിവും കൂടെ കല്ലയുടെ വീട്ടിൽ ചെല്ലുന്നതും കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കഥ ഇങ്ങനെ പാസ്റ്റ് പ്രസന്റ് മാറി വന്നുകൊണ്ടിരിക്കും. പാസ്റ്റിലും പ്രസന്റിലും നടക്കുന്ന കഥകൾക്ക് നല്ല സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സീൻ ബൈ സീൻ ഇങ്ങനെ മാറി കാണിച്ചുകൊണ്ടേയിരിക്കും. സോ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു. നമ്മുടെ അപൂർവയ്ക്ക് നല്ല സാലറിയിൽ ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആ മിസ്റ്റീരിയസ് മാനാണ്. പലപ്പോഴായി അപൂർവയെ ഫോളോ ചെയ്തു പോയി ഇങ്ങേരെ അപൂർവയ്ക്ക് ജോലി കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ അപൂർവയുടെ ക്ലോൺ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇയാൾ നമ്മുടെ അപൂർവയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണെങ്കിലോ? ഇദ്ദേഹമാണ് കല്ലയ്യ. ഇദ്ദേഹത്തിന്റെ കോയിൻ കളക്ഷൻ കാണാൻ വേണ്ടിയാണ് ദേവകി നമ്മുടെ അറിവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. കല്ലയ്യ അദ്ദേഹത്തിന്റെ കോയിൻ കളക്ഷനും ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിവിന്
അറിവിന് കാണിച്ചു കൊടുക്കുന്നു. അറിവിനോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ അറിവിന്റെ നാട് മൈസൂരാണെന്ന് പറഞ്ഞതും കല്ലയ്യ പെട്ടെന്ന് സ്റ്റക്കായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്ലയ്യക്ക് ഒരു മകളുണ്ടായിരുന്നു. ആ കുട്ടിയെ കാണാതായി, അതും മൈസൂർ വെച്ച്. പെട്ടെന്ന് തന്റെ മകളുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് കല്ലയ്യ സ്റ്റക്കായി മറ്റൊരു റൂമിലേക്ക് കയറി പോയി. ഇവിടെ ഈ കോയിൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അറിവ് അദ്ദേഹത്തിന്റെ പെട്ടി തുറക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കട്ടിതാൽ ഈ പ്രസന്റിൽ നമ്മുടെ അറിവിന്റെ അടുത്തുണ്ടായിരുന്ന അതേപോലെ തന്നെയുള്ള ഒരു പെട്ടി ഈ മിസ്റ്റീരിയസ് മാൻ നമ്മുടെ ഹീറോയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. അപൂർവ, ഞാൻ ആരാണ്, എന്തിനാണ് നിന്നെ ഫോളോ ചെയ്യുന്നത്, കുറെ ചോദ്യങ്ങൾ നിനക്കുണ്ടല്ലോ, എല്ലാം പറഞ്ഞുതരാം. എന്റെ പേര് അറിവ്, സ്ഥലം അങ്ങ് മൈസൂർ. വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തേടി വന്നത് അപൂർവ എന്ന് ഇത്രയും നേരം നമ്മൾ മിസ്റ്റീരിയസ് മാൻ എന്ന് വിചാരിച്ചിരുന്ന ഈ വ്യക്തി പറയുന്നു. അതായത് നമ്മൾ പാസ്റ്റിൽ കണ്ട അറിവില്ലേ, ആ വ്യക്തി തന്നെയാണ് ഈ പ്രസന്റിലെ മിസ്റ്റീരിയസ് മാൻ. എന്തോന്ന് ഈ എക്സ്പെരിമെന്റോ? സോറി മിസ്റ്റർ, എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇതൊരു എഡിറ്റിംഗ് ജോബാണെന്ന് കരുതിയാ വന്നത്. നിക്ക അപൂർവ, ഞാൻ നിനക്ക് 10 ലക്ഷം തരാം. നിനക്കല്ലാതെ വേറെ ആർക്കും ഈ കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നിനക്കൊരു പ്രത്യേക കഴിവുണ്ട്. സാധാരണ മനുഷ്യർക്കൊക്കെ 2-3 മിനിറ്റ് വരെ കണ്ണ് ചിമ്മാതെ പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷെ നിന്റെ കേസിൽ ആ സമയം ഒരുപാട് കൂടുതലാണ്. ഏതാണ്ട് 30 മിനിറ്റോളം നിനക്ക് കണ്ണ് ചിമ്മാതെ പിടിച്ചിരിക്കാൻ പറ്റും. ഇത്രയും സമയം ബ്ലിങ്ക് ചെയ്യാതെ പിടിച്ചിരിക്കാൻ പറ്റുന്ന നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. അറിവിന്റെ പെട്ടിക്കുള്ളിൽ ഒരു പ്രത്യേക സിസ്റ്റം ഒക്കെയാണ്. ആ ഒരു സിസ്റ്റം ആക്സസ് ചെയ്ത് ഇദ്ദേഹം എന്തോ ഒരു മരുന്ന് ആ പെട്ടിക്കുള്ളിൽ നിന്ന് പുറത്തെടുക്കും. ടൈം ട്രാവൽ ചെയ്യാനുള്ള മരുന്നാണ് അത്ര ഇത് കണ്ണിലൊഴിച്ച് ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യുമെന്ന്. അങ്ങനെ ടൈം ട്രാവൽ ചെയ്താൽ അടുത്ത തവണ കണ്ണ് ചിമ്മുന്നതുവരെ ബ്ലിങ്ക് ചെയ്യുന്നതുവരെ ആ കാലഘട്ടത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. സാധാരണ മനുഷ്യരൊക്കെ എത്ര പിടിച്ചു നിന്നാലും ഒരു 2-3 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ബ്ലിങ്ക് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ അപൂർവയ്ക്ക് പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 30 മിനിറ്റോളം കണ്ണ് ചിമ്മാതെ അവിടെ പിടിച്ചിരിക്കാൻ സാധിക്കും അത്രേ. അറിവ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അപൂർവയ്ക്ക് ഇക്കാര്യത്തിൽ ഒട്ടും അങ്ങോട്ട് താല്പര്യമില്ല. ഞാനിവിടെ ഒരു എഡിറ്റിംഗ് ജോബിന് വേണ്ടിയാണ് വന്നത്, അല്ലാതെ ടൈം ട്രാവൽ ചെയ്യാനൊന്നുമല്ല. എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പോകാൻ തുടങ്ങുമ്പോൾ അപൂർവ അവിടെ നിൽക്ക്, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. ഇന്നേ വരെ നീ നിന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടാതെ നിന്റെ അച്ഛനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം എന്തുകൊണ്ടാണ് വീട് വിട്ടു പോയതെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ജീവനോടെ ഉണ്ടെന്ന്. അദ്ദേഹത്തെ നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. നീ ഈ മരുന്ന് യൂസ് ചെയ്ത് ടൈം ട്രാവൽ ചെയ്താൽ നിനക്ക് വേണ്ട ഉത്തരങ്ങൾ കിട്ടും. നിന്റെ അമ്മ നിന്നിന്ന് മറച്ചു വെച്ച സത്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവും. കട്ടിയാൽ പാസ്റ്റിൽ നമ്മുടെ കല്ലയ്യ ആവട്ടെ വീട്ടിലെ മറ്റൊരു റൂമിലേക്ക് കയറിപ്പോയി അവിടെയുള്ള പാത്രത്തിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തട്ടിയിട്ട് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അറിവ് മൈസൂരിൽ നിന്ന് വന്ന ആളാന്ന് കേട്ടപ്പോൾ പുള്ളിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ അവിടെ പോയി തപ്പി പിടിച്ച് മകളുടെ ഫോട്ടോ എടുക്കാൻ നോക്കിയുള്ള സാധനം മൊത്തം തലേ വീണ് ഈ അവസ്ഥയിലായി. കല്ലയ്യ അദ്ദേഹത്തിന്റെ മകൾ രേവതിയുടെ ഫോട്ടോ അറിവിനെ കാണിച്ചു കൊടുത്ത്, സർ പറയൂ സർ, നിങ്ങൾ മൈസൂരിൽ നിന്നല്ലേ വരുന്നേ, ഇവളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ കുട്ടിയെ മൈസൂർ വെച്ച് കാണാതായതാ. സർ പറയൂ സർ, നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അങ്ങ് ഭയങ്കര വീടായിട്ട് സംസാരിക്കുന്നു. വിഷമം കൊണ്ടാണ് പാവ മനുഷ്യൻ, എന്നാലും ഒത്തിരി അങ്ങ് വീടായിട്ട് സംസാരിച്ചു. പോരാത്തതിന് ഇദ്ദേഹത്തിന് അടുത്ത് നിന്ന് ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ദേവകി ഉണ്ടല്ലോ, ദേവകി കല്ലയ്യയുടെ മകൾ രേവതിയാണെന്ന് കരുതി അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പ്രസന്റിൽ നമ്മുടെ അറിവ് നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ആണെന്നൊക്കെ പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ നമ്മുടെ ഹീറോയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവൻ കൺവിൻസ്ഡ് ആവും തോന്നുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ പണം കൊടുക്കാം, ഇവൻ അന്വേഷിച്ച് നടക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാം. ഹീറോയ്ക്ക് ഒരു താല്പര്യമില്ല. അവൻ ഇവിടെ നിന്ന് മാറിപ്പോയി. പാസ്റ്റിലാവട്ടെ കല്ലയ്യ ദേവകിയെ വിടുന്നേയില്ല. തന്റെ മകൾ രേവതിയാണിത്, ഇവളെ ഈ അറിവ് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുവാണ്, അവന്റെ കൂടെ ഇവളെ വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട് ദേവകിയെ പിടിച്ചു വെക്കുന്നു. കല്ലയ്യ ഒരുമാതിരി അങ്ങ് ഭ്രാന്ത് പിടിച്ച പോലെ പെരുമാറി നമ്മുടെ അറിവിനെ പിടിച്ചൊരു തള്ളും വെച്ചു കൊടുത്തു. അവൻ തലയിടിച്ച് വീഴുകയും ചെയ്തു. ഇന്നേരമാണ് കല്ലയ്യക്ക് ബോധം വരുന്നത്. ഇത്രയും നേരം ഒരു ബോധമില്ലാത്ത രീതിയിലാണ് താൻ പെരുമാറിയതെന്ന് അങ്ങനെ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഈ പ്രസന്റിൽ അറിവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ കേട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ ഹീറോയ്ക്ക് ഇവന്റെ ചെറിയ പ്രായത്തിൽ വീട് വിട്ടുപോയി ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഇല്യൂഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്ക്, ദേ കണ്ടില്ലേ ആരാണ് ഇവന്റെ അച്ഛനും അമ്മയും എന്നൊക്കെ. നമ്മൾ പാസ്റ്റിൽ കണ്ട ആ കാലഘട്ടത്തിൽ കണ്ട ഗോപാലും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് നമ്മുടെ ഹീറോയുടെ അച്ഛനും അമ്മയും. കഥയുടെ തുടക്കത്തിൽ നമ്മൾ ഹീറോയുടെ അച്ഛനെ കണ്ടിരുന്നു. നമ്മൾ കണ്ടിരുന്നില്ലേ ഒരു മനുഷ്യൻ കാർ കൊണ്ട് പാലത്തിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് താഴെ വെള്ളത്തിലേക്ക് ചാടാൻ പോകുന്നത്. അദ്ദേഹം തന്നെയാണ് നമ്മുടെ അപൂർവയുടെ അച്ഛൻ. ഒരുപക്ഷെ കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു ഇൻസിഡന്റ് അപൂർവയുടെ 5ാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്നതെങ്കിലോ, അപൂർവയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് പോയി ആ പാലത്തിൽ വന്ന് അവിടെ നിന്ന് എടുത്ത് വെള്ളത്തിൽ ചാടി മരിച്ചതാണെങ്കിലോ അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് തീർത്തും ഉറപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം അറിവ് നിരന്തരമായി പറയുന്നുണ്ടായിരുന്നു ഇവന്റെ അച്ഛൻ മരിച്ചിട്ടില്ലെന്ന്. കഥയുടെ തുടക്കത്തിലും അദ്ദേഹം വെള്ളത്തിലേക്ക് ചാടാൻ പോകുന്നതായിട്ടേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വെള്ളത്തിൽ എന്തോ വീഴുന്ന ശബ്ദം മാത്രമേ നമ്മളെ കേൾപ്പിച്ചുള്ളൂ. മീൻസ് ഒരുപക്ഷെ അദ്ദേഹം ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ അപൂർവയുടെ അച്ഛൻ ഇപ്പോഴും എവിടെയോ ജീവിക്കുന്നു. പാസ്റ്റ് ടൈമിൽ കല്ലയ്യയുടെ വീട്ടിൽ വെച്ച് ഇടിയൊക്കെ കൊണ്ട് വീണതിന് ശേഷം അറിവിനെയും കൊണ്ട് ദേവകി അവരുടെ വീട്ടിൽ ചെന്നു. അറിവിന്റെ തലയും കഴുത്തുമൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോപാലും മരുന്നൊക്കെ വെച്ച് കൊടുത്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ഇനിയിപ്പം ഉടനെ മൈസൂരിലേക്ക് പോകേണ്ട, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്നും പറഞ്ഞു. പ്രസന്റിലാവട്ടെ നമ്മുടെ അപൂർവയ്ക്ക് നിക്കക്കളിയില്ലാത്ത അവസ്ഥയായെന്ന് പറയാം. അവന്റെ അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങൾ അവനെ ഒരുപാട് അലട്ടുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അവൻ വീണ്ടും അറിവിന്റെ അടുത്തേക്ക് ചെന്നു. അറിവ് ആവശ്യപ്പെട്ട പോലെ ടൈം ട്രാവൽ ചെയ്യാൻ തയ്യാറായി ചെന്നു. അറിവ് അദ്ദേഹത്തിന്റെ പെട്ടിയിൽ നിന്നൊരു വാച്ച് എടുത്ത് നമ്മുടെ അപൂർവയ്ക്ക് കൊടുത്തിട്ട് ആ വാച്ചിൽ സമയം, ഡേറ്റ്, തീയതി എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് കണ്ണിലൊഴിക്കാൻ ഒരു പ്രത്യേക മരുന്നും കൊടുത്തു. വാച്ചിൽ ടൈമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ മരുന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവൻ ആ ഒരു കാലഘട്ടത്തിലേക്ക് ട്രാവൽ ചെയ്യും. പിന്നീട് എപ്പോഴാണോ ഇവൻ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ തിരിച്ച് ഇവന്റെ ടൈം ലൈനിലേക്ക് ഇവന് വരാൻ സാധിക്കൂ. അപൂർവയ്ക്ക് ഏതാണ്ട് 30 മിനിറ്റോളം ആ കാലഘട്ടത്തിൽ അങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അന്ന് ഇവന്റെ അച്ഛൻ ആ പാലത്തിൽ നിന്ന് വെള്ളത്തിൽ ചാടാൻ പോയപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം വെള്ളത്തിൽ ചാടുന്നതിന് മുമ്പ് അവിടെ എത്താൻ സാധിച്ചാൽ ഇവൻ അവന്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ സാധിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഇവന്റെ അച്ഛനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിച്ചെന്നിരിക്കും. ആദ്യമൊക്കെ എങ്ങനെയാണ് ടൈം ട്രാവൽ ചെയ്യുന്നതെന്ന് അപൂർവയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അറിവും അവനോടൊപ്പം ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ആദ്യം ട്രാവൽ ചെയ്ത് ചെല്ലുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ? കുറച്ച് മുന്നേ ഉള്ള ഒരു ദിവസം നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മുടെ അപൂർവയും അതേപോലെ അവന്റെ ഗേൾ ഫ്രണ്ട് സ്വപ്നയും തമ്മിൽ ഒരു മത്സരം നടത്തുന്നത്. ഇരുവരും ഇങ്ങനെ കണ്ണി നോക്കിയിരുന്നിട്ട് ആരാദ്യം കണ്ണടയ്ക്കുന്നു അവർ തോൽക്കുമെന്നൊക്കെ പറഞ്ഞു. ആ മത്സരം നടക്കുന്ന സമയത്തേക്കാണ് അറിവും അപൂർവയും കൂടെ ചെല്ലുന്നത്. അവിടെ വെച്ച് ആ ടൈം ലൈനിലുള്ള നമ്മുടെ അപൂർവ ഇവരെ രണ്ടുപേരെയും കാണും, അറിവിനെയും അപൂർവയും കാണും. ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മുടെ അപൂർവ കണ്ട ഈ അപൂർവ അവരനോ അല്ലെങ്കിൽ ഇവന്റെ ട്വിൻ ബ്രദറോ ഒന്നുമല്ല, റിയൽ അപൂർവ തന്നെയാണ്. ടൈം ട്രാവൽ ചെയ്തു വന്ന അപൂർവയാണ്. പിന്നെയും പലപ്പോഴായി നമ്മുടെ അപൂർവ ഇവനെ തന്നെ കാണുന്നുണ്ടായിരുന്നല്ലോ. ഫ്യൂച്ചർ കാലഘട്ടത്തിൽ നിന്ന് വന്ന് ഇവനെ തന്നെയാണ് കണ്ടത്, അല്ലാതെ ക്ലോണൊന്നുമല്ല. ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്തപ്പോൾ അപൂർവയുടെ തന്നെ പാസ്റ്റ് വെർഷനെ കണ്ട് അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അവന്റെ കണ്ണടച്ചു. അങ്ങനെ ബ്ലിങ്ക് ചെയ്തപ്പോൾ ആ കാലഘട്ടത്തിൽ
അതേ അപൂർവയും അറിവും അപ്രത്യക്ഷമായി ഇവരുടെ ഒറിജിനൽ ടൈം ലൈനിലെത്തി. മുമ്പ് നമ്മുടെ അപൂർവ ഇങ്ങനെ കൺഫ്യൂസ് ആക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് അറിവിന് പുറകെയും അവൻ്റെ തന്നെ ക്ലോണിന് പുറകെയും അല്ലെങ്കിൽ ഇവൻ്റെ തന്നെ ഫ്യൂച്ചർ വേർഷന് പുറകെയും പോകുമ്പോൾ നിമിഷ നേരം കൊണ്ട് അവർ അപ്രത്യക്ഷമായി പോകുന്നതൊക്കെ കണ്ടിരുന്നല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഇവർ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നതുകൊണ്ട്. ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആ കാലഘട്ടത്തിലുള്ള ആരെങ്കിലും ഇവൻ്റെ അടുത്തുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വെച്ച് കണ്ണ് ചിമ്മരുത്. അവർ ഇന്ന് ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ കണ്ണ് ചിമ്മാവൂ. ഇൻ കേസ് ഇവൻ അങ്ങനെ കണ്ണ് ചിമ്മുവാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ളവരെ പോലും അത് അഫക്റ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. അറിവ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിച്ച് കൃത്യമായി ടൈം ട്രാവൽ ചെയ്താൻ പഠിച്ചിട്ട് വേണം ഇവൻ്റെ അച്ഛനൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ. ഇതെല്ലാം ശേഷം നമ്മുടെ അപൂർവ തിരിച്ചവൻ്റെ റൂമിൽ വരുന്നു. പുള്ളിക്കാരൻ അറിവ് കാണാതെ നൈസായിട്ട് അവിടെ ഉള്ളൊരു മരുന്ന് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ടൈം ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണ്ണിലൊഴിക്കുന്ന ആ മരുന്നില്ലേ, അറിവിൻ്റെ സഹായം കൂടാതെ തന്നെ ഇവൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുമാണ് നമ്മുടെ അപൂർവ ശ്രമിക്കുന്നത്. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് അപൂർവയുടെ അച്ഛൻ മിസ്സായി എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിലേക്ക്, ആ ഒരു ടൈമിലേക്ക് ഇവനെത്തി. ആദ്യ തവണ ശ്രമിച്ചപ്പോൾ അപൂർവയ്ക്ക് അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കണ്ണ് ചിമ്മേണ്ടി വന്നു. വീണ്ടും ഇവൻ്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് വന്നു. പിന്നെയും ടൈം ട്രാവൽ ചെയ്ത് എന്തായിരുന്നു ഇവൻ്റെ അച്ഛൻ്റെ അന്നത്തെ ഇഷ്യൂ, എന്തുകൊണ്ടാണ് അദ്ദേഹം വീട് വിട്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ്. അങ്ങനെ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവൻ്റെ അച്ഛൻ ഗോപാൽ എന്തോ ഒരുമാതിരി ടെൻഷൻ അടിച്ച് വല്ലാത്ത രീതിയിൽ പെരുമാറുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും സംസാരിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ അങ്ങനെ എങ്ങോട്ടോ പോകുന്നതൊക്കെയാണ്. ദെൻ അഗെയിൻ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് അപൂർവയുടെ അച്ഛൻ ആ പാലത്തിലെത്തുന്നതും അദ്ദേഹം ഒരു കത്തി എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞ് കളയുന്നതും പിന്നെ എന്തൊക്കെയോ പേപ്പേഴ്സോ ഡയറിയോ അങ്ങനെ എന്തോ എടുത്ത് കളയുന്നതും ഇദ്ദേഹം വെള്ളത്തിലേക്ക് ചാടാൻ പോകുന്നതും വരെ നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം ചാടിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ അപൂർവയ്ക്ക് വ്യക്തമല്ല. ഏതാണ്ട് ആ സമയമായപ്പോഴേക്കും ഇവന് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇവൻ്റെ കണ്ണ് ബ്ലിങ്കായി ഇവൻ വീണ്ടും ഇവൻ്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് വന്നു. അപൂർവ ഒരു പാനിക്കായപ്പോൾ അവൻ ടൈം ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബോട്ടിൽ അവൻ്റെ കയ്യിൽ താഴെ വീണ് പൊട്ടിപ്പോകുന്നുണ്ട്. അപൂർവ ഇക്കാര്യങ്ങൾ അറിവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അറിവ് പറയുന്നതാവട്ടെ എന്തോ ഭാഗ്യത്തിന് ആ ബോട്ടിൽ പൊട്ടിപ്പോയി. കാരണം ഒരു ദിവസം 3 തവണ കൂടുതൽ ടൈം ട്രാവൽ ചെയ്യാൻ പാടില്ലത്രേ. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ വലിയ അപകടമാണ്, നമുക്ക് തന്നെ സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് അപൂർവയുടെ കയ്യിലുള്ള ബോട്ടിൽ പൊട്ടിപ്പോയതുകൊണ്ട് മാത്രം ഇവൻ രക്ഷപ്പെട്ടു. അപൂർവയ്ക്ക് എങ്ങനെയും അവൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. അദ്ദേഹം പുഴയിലേക്ക് ചാടാൻ പോകുന്നത് ഇവൻ കാണുന്നുണ്ട്, പക്ഷേ അവനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇതെല്ലാം അറിവിനോട് പറയുമ്പോൾ അറിവ് പറയുന്നത് നിന്റെ അച്ഛൻ പുഴയിലേക്ക് ചാടുന്നു നിനക്ക് തടയാൻ പറ്റത്തില്ല. അദ്ദേഹം വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞ് പിന്നെ നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം. നാളെ ഒരു തവണ കൂടെ ശ്രമിച്ചു നോക്ക്. കൃത്യമായി കറക്റ്റ് സമയത്തെത്തി അദ്ദേഹം വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് പുറകെ ചാടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്ത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ദിവസം 3 തവണയിൽ കൂടുതൽ ടൈം ട്രാവൽ ചെയ്യരുത്. പിന്നെ എല്ലാ ദിവസവും 3 മുതൽ 4 വരെയുള്ള സമയത്ത് ഒരു കാരണവശാലും ടൈം ട്രാവൽ ചെയ്യാൻ പാടില്ല. ആ സമയം ബ്ലാങ്ക് ടൈം ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതിന് മുമ്പോ അതിന് ശേഷമോ ഉള്ള സമയത്ത് പ്രോപ്പറായിട്ട് ട്രൈ ചെയ്ത് ആദ്യ ശ്രമത്തിൽ തന്നെ നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ അപൂർവം ഇങ്ങനെയൊക്കെ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മറ്റാരോടും പറയാൻ പറ്റത്തില്ലോ. പറഞ്ഞാൽ തന്നെ അവരൊന്നും വിശ്വസിക്കത്തില്ല, ഇവന് ഭ്രാന്താണെന്ന് പറയും. സോ തൽക്കാലം ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്നും ഒക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മീറ്റപ്പ് ഒന്നും നടക്കത്തില്ലെന്ന് അപൂർവ പറഞ്ഞു. അല്ലെങ്കിൽ അവൾ ഇവനെ വിളിച്ചുകൊണ്ടിരിക്കും, ഇവൻ അവോയ്ഡ് ചെയ്യുന്ന പോലൊക്കെ ഫീലായി അവൾക്കും ബുദ്ധിമുട്ടാവും, ഇവനും ബുദ്ധിമുട്ടാവും, മൊത്തം കയ്യിൽ നിന്ന് പോകും. ദെൻ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോ അപൂർവ അവൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട് ഗോപാൽ ആ പുഴയിലേക്ക് ചാടുന്ന സമയമായപ്പോഴേക്കും ആ പുഴയുടെ തീരത്തെത്തുന്നുണ്ട്. കട്ട് ചെയ്താൽ അങ്ങ് പാസിലാവട്ടെ അവിടെയുള്ള നമ്മുടെ അറിവ് അദ്ദേഹവും ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ടൈം ട്രാവൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കല്ലയ്യയുടെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ആ കുട്ടിയെ അവസാനമായിട്ട് കണ്ടത് എവിടെ വെച്ചാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ആ ദിവസത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യുകയാണ്. അന്ന് രേവതി എന്തോ വലിയ വിഷമത്തിലായിരുന്നു. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അവൾ മൈസൂരിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു പോയത് പാലത്തിന് മുകളിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കണ്ട് അറിവ് ഓടിച്ചെന്ന് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അറിവിന്റെ കയ്യിൽ കിടന്ന ഒരു മോതിരം ഊരി താഴെ വീണു. മോതിരം താഴെ വീണത് നമ്മുടെ അറിവ് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയി. അദ്ദേഹം എവിടെ നിന്നാണോ ടൈം ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് അതേ സ്ഥലത്ത് വന്നു. രേവതിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തിപ്പോൾ ഇവിടെ സംഭവിച്ചേ? ചാടാൻ പോയി അവളെ ആരോ പിടിച്ച് പുറയിലോട്ട് വലിച്ചിട്ടു. ചുറ്റുപാട് ആരെയും കാണുന്നില്ല. ആകെയും പോയി അവിടെ ഉള്ളത് ഒരു പ്രത്യേക രീതിയിലുള്ള മോതിരം മാത്രമാണ്. ആൻഡ് നമ്മുടെ ഹീറോ അപൂർവയും ഒരു വിധത്തിൽ അവൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. വെള്ളത്തിനടിയിൽ ഒരുപാട് നേരം കണ്ണടക്കാതെ പിടിച്ചിരിക്കാൻ ഇവനെ കൊണ്ട് സാധിച്ചില്ല. സോ ഇവൻ്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് വന്നു. ഇവൻ്റെ അച്ഛനെ സേഫ് ആയിട്ട് രക്ഷപ്പെടുത്താനും സാധിച്ചു. വെള്ളത്തിനടിയിൽ വെച്ച് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അപൂർവയ്ക്ക് ഉറപ്പില്ല. അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും അപൂർവയ്ക്ക് തൻ്റെ അച്ഛനെ താൻ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടില്ലെന്നുള്ള തോന്നലാണ്. പാസ്റ്റിലാവട്ടെ നമ്മുടെ അറിവിന് കല്ലയ്യയുടെ മകൾ രേവതിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇദ്ദേഹത്തിന് മോതിരം അവിടെ ഊരി വീണിരുന്നു. എന്തിനാണെങ്കിലും രേവതിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ. വീണ്ടും അദ്ദേഹത്തിന്റെ ഒറിജിനൽ ടൈം ലൈനിൽ, അതായത് ആ ഒരു പാസ്റ്റ് ടൈം ലൈനിലെത്തി. അവിടെ ഗോപാലിന്റെ കുടുംബത്തോടൊപ്പം അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഗോപാൽ അദ്ദേഹത്തിന്റെ സിസ്റ്റർക്ക് ഇവനെ ഇഷ്ടമാണ്, അതായത് അറിവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദേവകിക്ക് അറിവിനോട് താല്പര്യമുണ്ട്. അറിവിനും താല്പര്യക്കുറവൊന്നുമില്ല, എന്നാലും എന്തോ ഒരു കാര്യം പുള്ളി ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്ന പോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. പ്രസന്റിലാവട്ടെ നമ്മുടെ അപൂർവ വീണ്ടും അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ചേർന്ന് നാടകത്തിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കി അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ഇവരുടെ നാടകത്തിൽ ഇവരെ സഹായിക്കുന്ന ഗോപാൽ മാസ്റ്റർ എന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒരു ദിവസം അപൂർവയുടെ കൂടെ നിർത്തണമെന്ന് ഫ്രണ്ട്സ് ആവശ്യപ്പെട്ടു. അപൂർവയും സമ്മതിച്ചു. ഗോപാൽ മാസ്റ്റർ അധികം ഒന്നും സംസാരിക്കുന്ന ആളല്ല, അധികം നല്ല ഒട്ടും തന്നെ സംസാരിക്കുന്ന ആളല്ല. പുള്ളിക്കാരൻ ജസ്റ്റ് ആംഗ്യ ഭാഷയിലൂടെ അങ്ങനെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപൂർവ താമസിക്കുന്ന റൂമിനകത്ത് പോലും കയറാൻ ഇദ്ദേഹം തയ്യാറാവുന്നില്ല. ആ റൂമിന് വെളിയിൽ ഒരു പാത തന്നാൽ മതി, അവിടെ കിടന്നോളാന്ന് പറഞ്ഞു. ശേഷം അടുത്ത ദിവസം നമ്മുടെ അപൂർവ രാവിലെ എഴുന്നേറ്റ് വന്ന് മാസ്റ്റർ വിളിക്കുമ്പോൾ അദ്ദേഹം അനങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തൊക്കെ തൊട്ട് നോക്കിയപ്പോൾ ശരീരം ആകെ തണുത്തിരിക്കുന്നു. യെസ്, മാസ്റ്റർ മരണപ്പെട്ടു. അപൂർവയ്ക്ക് ഇത് വലിയൊരു ഷോക്കായി പോയി. ഒരൊറ്റ ദിവസം മാത്രം ഇവന്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്നു. പിറ്റേ ദിവസം മരിച്ചു കിടക്കുന്നു. നല്ല പ്രായമായ വ്യക്തിയാണ്, ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിയില്ല, അങ്ങനെയൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഹവർ അദ്ദേഹത്തിന്റെ സമയമെത്തി, അദ്ദേഹം മരണപ്പെട്ടു. ഇതിനെല്ലാം ശേഷം നമ്മുടെ അപൂർവയുടെ നാടക ക്രൂവിലെ ഒരു വ്യക്തി അദ്ദേഹത്തിന് മകനുണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ മകൻ എന്ത് പേരാണ് ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവൻ പറയുന്ന പേര് അറിവ് എന്നാണ്. ഏതോ ഒരു നോവലിൽ നിന്ന് കിട്ടിയ പേരാണത്രേ. തനിക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അറിവ് എന്ന് പേരിടുമെന്ന് അവൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നത്രേ. ഗോപാൽ മാസ്റ്റർ എഴുതിയ ഏതോ ഒരു നോവലിലെ ടൈം ട്രാവൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാണ് അറിവ്. ഇത് കേട്ടത് നമ്മുടെ ഹീറോ ആ ഒരു നോവൽ വാങ്ങി വായിക്കുന്നു. ആ നോവലിലൂടെ പഴയ കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എക്സാക്ട്ലി നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അതായത് നമ്മുടെ അറിവ് ആ കാലഘട്ടത്തിലെത്തി ശാസ്ത്രിയുടെ സെമിനാറിന് പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ഗോപാലിനെ പരിചയപ്പെടുന്നത്, ദെൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നത്, അദ്ദേഹത്തിന്റെ മകൾ ഇദ്ദേഹത്തെ പ്രേമിക്കുന്നത്, ഇങ്ങനെ ആ
കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഗോപാൽ മാസ്റ്റർ നോവൽ എഴുതിയിട്ടുള്ളത്. ഗോപാൽ മാസ്റ്ററിന്റെ ഈ കഥ പ്രകാരം നമ്മുടെ അറിവും ദേവകിയും കല്യാണം കഴിക്കുന്നുണ്ട്. ദേവകിക്ക് അറിവിനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ആദ്യം അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ അവളുടെ ഇഷ്ടം അദ്ദേഹം പിന്നീട് അംഗീകരിച്ചു. ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച ആ കാലഘട്ടത്തിൽ ഇരുവരും സ്വസ്ഥമായി സന്തോഷമായി അങ്ങനെ ജീവിച്ചു പോയി. ഈ കഥയൊക്കെ വായിക്കുമ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ തോന്നാം. അതായത് ഈ ടൈം ട്രാവൽ ചെയ്യുന്ന വ്യക്തി ഒരു തവണ കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് വരേണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അറിവ് തിരിച്ച് ട്രാവൽ ബാക്ക് ചെയ്യാത്തത്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു പോയിന്റിലെത്തിപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചിരിക്കുക, ഇങ്ങനെ ഫ്യൂച്ചറിൽ നിന്ന് അങ്ങോട്ട് പോയവനാണെങ്കിൽ പിന്നെ എന്തേ ഇങ്ങനെ തിരിച്ചു വരാതെ? എത്ര നേരം ഇങ്ങനെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ഉറങ്ങാനായിട്ടെങ്കിലും ഈ മനുഷ്യനൊന്ന് കണ്ണടച്ചൂടെ? ഒരുപക്ഷേ ഗോപാൽ മാസ്റ്റർ ചുമ്മാ ഒരു റാൻഡം കഥ എഴുതിയതായിരിക്കാം. ആ കഥയും അറിവിന്റെ സ്റ്റോറി ആയിട്ട് ജസ്റ്റ് അങ്ങനെ കണക്ട് ആവുന്നതേ ഉണ്ടാവത്തുള്ളൂ. ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല, കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ വ്യക്തമാകും. അറിവിന്റെയും ദേവിയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അറിവ് അവരുടെ കുടുംബത്തിന്റെ ഭാഗമായി കഴിഞ്ഞാണ് ഗോപാൽ അദ്ദേഹത്തെ അലട്ടുന്ന അദ്ദേഹത്തിനുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ നമ്മുടെ അറിവിനോട് പറയുന്നത്. ഗോപാൽ ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ഒരു എഴുത്തുകാരനാണ്, ബുക്കൊക്കെ എഴുതാറുണ്ട്. പിന്നെ ചിന്ത വരാൻ വേണ്ടി സിഗരറ്റൊക്കെ വലിച്ചു കയറ്റുവേ. ചെറുപ്പം മുതലേ ഇത് ശീലിച്ചതുകൊണ്ട് പുള്ളിക്കാരന് സ്പേം കൗണ്ട് കുറവാണ്. അതായത് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. എന്നാൽ ഗോപാലിന്റെ ഭാര്യ യശോദ പറയുന്നത് ഒരു 2 വർഷം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ദത്തെടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ആയാൽ വർഷങ്ങൾ കഴിഞ്ഞു പോകും. സമൂഹം ഗോപാലിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയും മറ്റു പലതും പറഞ്ഞു വരുത്തും. ഇങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ട് ഗോപാലിന്. അങ്ങനെ ഇരിക്കും ഒരിക്കൽ നമ്മുടെ അറിവ് ഇവരുടെ വീടിന് പുറത്ത് വെച്ച് വളരെ രഹസ്യമായ ഒരു കാര്യം ചെയ്യുന്നത് ഗോപാൽ ശ്രദ്ധിച്ചു. അറിവ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു പെട്ടി തുറന്ന് വീടിന് പുറത്ത് വെച്ച് തുറന്ന് ആ പെട്ടിയിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അറിവ് അവിടുന്ന് അപ്രത്യക്ഷമായി പോയി. ഗോപാൽ അങ്ങ് ഞെട്ടിപ്പോയി. താൻ എന്താ ഇപ്പൊ കണ്ടത്? ഒരു മനുഷ്യൻ അപ്രത്യക്ഷമായി പോകുന്നതോ? ഗോപാൽ വീടിന് പുറത്ത് ചെന്ന് അറിവിന്റെ ആ ഒരു പെട്ടി എന്താണെന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അത് ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഗോപാൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അറിവിന് ഇങ്ങനെ കാണാതാവുന്ന ഈ ഒരു ടൈം പീരീഡിൽ അറിവിന്റെ ഭാര്യ നമ്മുടെ ദേവകി പ്രഗ്നന്റ് ആയിരുന്നു. അറിവിന് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഗോപാലിന് പോലും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ ഒരു രഹസ്യമായി അദ്ദേഹം സൂക്ഷിച്ചു. അറിവിന്റെ ആ ഒരു പെട്ടിയും ഗോപാലിന്റെ അറിവുകളും വെച്ച് കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഗോപാൽ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. G.H. വെൽസിന്റെ മിസ്റ്ററി ഓഫ് ടൈം ഒക്കെ വായിച്ചപ്പോൾ ടൈം ട്രാവലിനെ പറ്റി ഇദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി. അറിവ് ഒരു ടൈം ട്രാവലറാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇങ്ങ് പ്രസന്റിൽ ഗോപാൽ മാസ്റ്റർ എഴുതിയ നോവലിൽ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവന്റെ അമ്മ യശോദയെ വിളിച്ച് തന്റെ അച്ഛൻ ഗോപാലിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവരുടെ പേര് ദേവകി എന്നാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഇത്രയും നാൾ ഇവന്റെ അമ്മ യശോദ ഇവനോട് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തന്റെ അമ്മ തന്നെ ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപൂർവ യശോദയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇത്രയും നാൾ ഇവനിൽ നിന്ന് മറച്ചുപോയ സത്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞു. കുറേയൊക്കെ യശോദ പറയാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ അപൂർവയുടെ നിർബന്ധം കാരണം പുള്ളിക്കാരിക്ക് സത്യങ്ങളെല്ലാം പറയേണ്ടി വരുവാണ്. അതായത് എന്താന്ന് വെച്ചാലേ നമ്മുടെ യശോദയല്ല ഇവന്റെ ശരിക്കുള്ള അമ്മ. ഗോപാൽ ഇവന്റെ അച്ഛനുമല്ല. ഗോപാലിന് കുട്ടികൾ ഉണ്ടാവത്തില്ല, അദ്ദേഹത്തിന് സ്പേം കൗണ്ട് കുറവാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ശരിക്കും നമ്മുടെ അപൂർവ ദേവകിയുടെ മകനാണ്, അറിവിന്റെയും ദേവകിയുടെയും മകനാണ്. അന്ന് ആ രാത്രി നമ്മുടെ അറിവ് ടൈം ട്രാവൽ ചെയ്ത് പോയതിനു ശേഷം അദ്ദേഹം പിന്നെ തിരികെ വന്നിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാണെന്ന് ആർക്കും അറിയില്ല. ഗോപാൽ മാത്രമേ അദ്ദേഹം ടൈം ട്രാവൽ ചെയ്ത് പോകുന്നത് കണ്ടുള്ളൂ. പ്രഗ്നന്റ് ആയിരുന്ന ദേവകി ഒരുപാട് നാൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു. ദേവകിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിച്ചിട്ട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ ആയിട്ട് എങ്ങോട്ടെന്ന് പോലും പറയാതെ അദ്ദേഹം പോയിരിക്കുന്നു. അറിവ് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ അവൾ കാത്തിരുന്നു. എന്തെങ്കിലും കാണാൻ പറ്റും, ഒരിക്കലെങ്കിലും കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ അവൾ കുറേ കാത്തിരുന്നു. ജസ്റ്റ് ലിറ്ററലി ലോസ്റ്റ് ആയി പണ്ടാറടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയെ അങ്ങനെ അവൾ കാത്തിരുന്നു. ഏതാണ്ട് 8 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവൾക്ക് പെയിൻ ഉണ്ടായി. അന്ന് ഗോപാൽ വീട്ടിലും ഇല്ലായിരുന്നു. ഗോപാലിന്റെ ഭാര്യ യശോദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യശോദയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? യശോദ ദേവകിയെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കാരണം ദേവകി മരണപ്പെട്ടു. മരണപ്പെട്ട ദേവകിയിൽ നിന്നാണ് അവർ നമ്മുടെ അപൂർവയെ പുറത്തെടുക്കുന്നത്. ഭാഗ്യത്തിന് അപൂർവയ്ക്കൊന്നും സംഭവിച്ചില്ല, അവന് ജീവനുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ദേവകിയുടെയും അറിവിന്റെയും മകനെ യശോദയും ഗോപാലും അവരുടെ സ്വന്തം മകനായി വളർത്തിക്കൊണ്ടുവരുമായിരുന്നു. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ അപൂർവ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് അപൂർവ ഗോപാൽ മാസ്റ്ററിനെ ഇവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ ദിവസത്തിലേക്ക് ചെല്ലുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഗോപാൽ മാസ്റ്ററാണ് ഇവന്റെ വളർത്തച്ഛൻ. അതായത് നമ്മൾ പാസ്റ്റിൽ കണ്ട ഗോപാൽ. ഇദ്ദേഹം ഒന്ന് പാലത്തിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ ചാടി ചാവാൻ പോകുന്നതും നമ്മുടെ അപൂർവ ടൈം ട്രാവൽ ചെയ്ത് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതും നമ്മൾ കണ്ടിരുന്നല്ലോ. അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞും ഇദ്ദേഹം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയില്ല. ഇദ്ദേഹത്തെ എന്തൊക്കെയോ അലട്ടിയിരുന്നു. അത് കാരണം തന്നെ പുള്ളിക്കാരൻ ആരോടും സംസാരിക്കാതെ പുസ്തകങ്ങളൊക്കെ എഴുതി ഇങ്ങനെ ഈ ഒരു ലൈഫിലേക്ക് മാറി വന്നു. തന്റെ വളർത്തച്ഛനായി ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹം വീട് വിട്ടുപോയത്? അങ്ങനെ ഇദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. തന്റെയും അമ്മയുടെ ഒപ്പം ആ വീട്ടിൽ ജീവിക്കണമായിരുന്നു. ഇവരുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അറിവാണ്. ആ ടൈം ട്രാവലർ അവൻ ഇപ്പൊ തന്റെ മുന്നിൽ പെട്ടിട്ടുണ്ട്, അവനോട് താൻ പ്രതികാരം ചോദിച്ചിരിക്കും എന്നിങ്ങനെ നമ്മുടെ അപൂർവ അവന്റെ അവന്റെ വളർത്തച്ഛനോട് പറഞ്ഞു. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം കേട്ടതോടെ ഗോപാൽ മാസ്റ്റർ അങ്ങ് വീണുപോയെന്നേ. ആൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇദ്ദേഹം എന്നോ മറന്നു കളഞ്ഞ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള തന്റെ കുടുംബത്തിലെ തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ വളർത്തു മകൻ ഇപ്പൊ മുന്നിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ ആ ഒരു വിഷമത്തിലും സങ്കടത്തിലും ഇദ്ദേഹം വീണ് അവിടെ വെച്ച് മരണപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വളർത്തുമകൻ ടൈം ട്രാവൽ ചെയ്ത് ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോയതുകൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ആയതോടെ ഹീറോയ്ക്ക് ഒരുപാട് അങ്ങ് ദേഷ്യമായി. അറിവ് തന്റെ ലൈഫിലേക്ക് വരാൻ പാടില്ല. അദ്ദേഹം ആദ്യമായിട്ട് ഇവനെ കാണാൻ വന്നത് ആ റിഹേഴ്സലൊക്കെ നടക്കുന്ന ആ സ്ഥലത്താണല്ലോ. അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. അറിവ് അവിടെ വന്ന് നമ്മുടെ ഹീറോയെ മീറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഹീറോയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ തീരുമാനിച്ച് നമ്മുടെ അപൂർവ നേരെ ആ സ്ഥലത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുന്നു. അപൂർവ നോക്കുമ്പോൾ അവിടെ അറിവും അപൂർവം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ട് നിന്ന് അതിനിടയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വേറൊരു അറിവ് നമ്മുടെ ഹീറോയെ പിടിച്ചെന്നേ ഇവനെ പിടിച്ച് പുറകോട്ട് മാറ്റി ഇവന്റെ കണ്ണിൽ ഇങ്ങനെ കുത്താൻ ചെല്ലുന്നു. ഇവൻ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടി. അതിനർത്ഥം നമ്മുടെ ഹീറോ ഇവിടെ വന്ന് ഇതെല്ലാം തടഞ്ഞു നിർത്താൻ ശ്രമിക്കും. തുടക്കം മുതലേ ഇങ്ങനൊരു വ്യക്തി ഇവന്റെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിവ് എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. അപൂർവ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം അറിവിന് ഓൾറെഡി അറിയാമത്രേ. ഇതിനുശേഷവും അപൂർവയോട് കാര്യങ്ങൾ പറയാൻ നമ്മുടെ ഹീറോ പലപ്പോഴായി ശ്രമിച്ചിരുന്നു. അതായത് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ അപൂർവ അവന്റെ പാസ്റ്റ് വേർഷനോട് ആ വഴി പോകരുത്, ആ എഡിറ്റിംഗ് ജോബിന് പോകരുത്, അതൊരു ചതിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇങ്ങനെയുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടും ഇതൊന്നും ഇവന്റെ പാസ്റ്റ് വേർഷൻ അതായത് അപൂർവ തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. താൻ കാണുന്ന ഒരു ഇല്യൂഷൻ ആണെന്നൊക്കെ വിചാരിച്ച് അവൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ആ ട്രാപ്പിൽ ചെന്ന് വിട്ടു.
ഒരേ ദിവസം തന്നെ 3 തവണയിൽ കൂടുതൽ അപൂർവ ടൈം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പാസ്റ്റ് വർഷം മുന്നിൽ ചെന്നപ്പോൾ പലപ്പോഴും അപൂർവ ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. നമ്മൾ കണ്ടിരുന്നു അപൂർവ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അവന്റെ വാഹനത്തിന് മുന്നിൽ ഇവൻ വരുന്നത്, പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോകുന്നത്, ദെൻ പിന്നെയും അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ ജോലിക്ക് പോരുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ടൈമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മുടെ അപൂർവ ഫ്യൂച്ചറിലേക്കും പോകുന്നുണ്ട്, അതും അറിവിന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ആവട്ടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ അപൂർവയുടെ ഒരു ഫ്യൂച്ചർ വേർഷൻ, വരും കാലത്തിലുള്ള ഇവന്റെ ഒരു വേർഷൻ ആ അറിവിനെ കൊന്നുകളയുന്നതും. പിന്നെയും കൺഫ്യൂഷൻ. അറിവിനോട് ഇവന് ദേഷ്യമുണ്ട് എന്ന് കരുതി അങ്ങനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇതുവരെ നമ്മുടെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ഈ ഒരു അപൂർവ അല്ലെങ്കിൽ ഈ ഒരു ടൈം ലൈനിലുള്ള അപൂർവ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. വീണ്ടും നമ്മുടെ അപൂർവ കറങ്ങി തിരിഞ്ഞ് അവന്റെ ഒറിജിനൽ ടൈം ലൈനിലെത്തി. ടൈം ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനുള്ള കുപ്പി അത് ഇവൻ തിരിച്ച് ഈ ടൈം ലൈനിലേക്ക് വന്ന സമയത്ത് ഇവന്റെ കാല് തട്ടി പൊട്ടിപ്പോയിരുന്നു. ഇനിയിപ്പോൾ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോൾ ടൈം ട്രാവലിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഇവിടെ വെച്ച് നിർത്തിയേക്കാം. വീണ്ടും പഠനവും നാടകവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് നമ്മുടെ അപൂർവ വീണ്ടും അവന്റെ ടൈം ലൈനിൽ ജീവിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ നാടകത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ചുറ്റും വരുന്ന റിഹേഴ്സലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇക്കൂട്ടത്തിലെ നമ്മുടെ സത്യ എന്ന പുള്ളിക്കാരൻ നമ്മുടെ സ്വപ്നം അറിയാതെ അവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇക്കാര്യം നമ്മുടെ ഹീറോ അപൂർവയും ശ്രദ്ധിച്ചു. അവന് ദേഷ്യം വരാതിരിക്കൂ, പെട്ടെന്നുണ്ടായ വാശിയിൽ ഊട്ടി ചെന്ന് സത്യനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. സംഭവം നമ്മുടെ അപൂർവ സ്വപ്നയ്ക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ആവട്ടെ സത്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപൂർവ പറയുന്ന പോലെ സത്യ അവളുടെ ഫോട്ടോ എടുത്തിരുന്നെങ്കിലും ഒരു കാരണവശാലും അപൂർവനെ കയ്യേറ്റം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന്. അപൂർവയ്ക്ക് ദേഷ്യം വരാതിരിക്കൂ, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കി പിരിഞ്ഞു. ശേഷം അടുത്ത ദിവസം നമ്മുടെ അപൂർവ അവന്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ദാണ്ടെ അവിടെ ടൈം ട്രാവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു മെഡിസിനും വാച്ചും ഒക്കെ ഇരിക്കുന്നു. ഇതാരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്നോ? മറ്റാരുമല്ല, അറിവ് തന്നെയാണ്. അറിവ് ഇങ്ങോട്ട് വന്നത് അപൂർവയുടെ അച്ഛനാണ് അറിവെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ അപൂർവ തന്നെയാണ് അറിവ് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. അതായത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ടൈം ലൈനിലുള്ള ഈ ഹീറോ ഉണ്ടല്ലോ നമ്മുടെ അപൂർവ, ഇവൻ തന്നെയാണ് ഭാവിയിൽ അറിവായിട്ട് മാറുന്നത്. ഓ യെസ്, ഇവൻ തന്നെ ടൈം ട്രാവൽ ചെയ്ത് ഇവന്റെ അമ്മയുടെ കൂടെ സെക്സ് ചെയ്ത് ഇവനെ തന്നെ ജനിപ്പിക്കും. അതിനോ കൂടുതലൊന്നും ചോദിക്കരുത്, ഈ കഥ ഇങ്ങനെയാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ അപൂർവയുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇവന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ലിറ്ററലി അപൂർവ തന്നെ ഇവന് പറഞ്ഞു കൊടുക്കുന്നു. ഒരു 6 മാസത്തിനുള്ളിൽ ഇവന്റെ അമ്മ ഇവനെ വിട്ടുപോകും. അപൂർവയുടെ ഗേൾഫ്രണ്ട് സ്വപ്നയും ഇവനെ ഉപേക്ഷിച്ചു പോകും. അപൂർവയ്ക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടും, നല്ല രീതിയിൽ കാശുണ്ടാക്കും. 2025 കൂടി അവൻ മൈസൂരെത്തും. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുമെങ്കിലും അപൂർവയ്ക്ക് എന്ന് പറയാൻ ആരുമില്ലാത്തൊരു അവസ്ഥയായിരിക്കും. ഏതാണ്ട് 2032 വരെ അവൻ ഒരുമാതിരി ഈ അവസ്ഥയിൽ ജീവിക്കും. 2032 കൊൽക്കട്ടയിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഇവൻ അർബിന്ദ് സെൻ എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. ഓർ ഇനി നമ്മുടെ അപൂർവയുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കൊൽക്കട്ടയിൽ നിന്ന് അർബിന്ദ് സെന്നിൽ നിന്നാണ് ടൈം ട്രാവൽ ചെയ്യുന്നതിനെ പറ്റി നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്നത്. ഇത്രയും നാൾ ഏകാന്തതയിൽ ജീവിച്ച അപൂർവയ്ക്ക് സ്വന്തം ബന്ധങ്ങൾ ഉണ്ടാവണം, റിലേഷൻസ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കാരണം പുള്ളിക്കാരൻ പഴയ കാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ തയ്യാറായി. ഇത്രയും നാൾ നമ്മൾ കണ്ട പോലെ ജസ്റ്റ് കണ്ണ് ചിമ്മുമ്പോൾ തന്നെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് വരുന്ന രീതിയിലുള്ള ടൈം ട്രാവൽ അല്ല ഇദ്ദേഹം ചെയ്യുന്നത്. പകരം ഒരു പ്രത്യേക മോതിരം ഉപയോഗിക്കും. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഈ മോതിരം ഉള്ളിടത്തോളം കാലം ഇദ്ദേഹം ഏത് ടൈം ലൈനിലേക്ക് ട്രാവൽ ചെയ്യുന്നു അവിടെ തന്നെ ഇദ്ദേഹത്തിന് സ്റ്റേ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ അപൂർവ അറിവായി മാറി. അവന്റെ അമ്മ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തു. അവിടെ വെച്ച് പലതവണ കണ്ണ് ചിമ്മിയെങ്കിലും ഒറിജിനൽ ടൈം ലൈനിലേക്ക് തിരിച്ചു വരാതിരുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആ മോതിരം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കുറേ നാൾ ആ ഒരു ടൈം ലൈനിൽ തന്നെ അറിവിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ദേവകിയുമായിട്ടുള്ള വിവാഹമൊക്കെ കഴിഞ്ഞു. ഇതിനിടെയാണ് അറിവിന് അവന്റെ ആ മോതിരം നഷ്ടപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിന് തുടർന്ന് ജീവിക്കണമെങ്കിൽ വളരെ അത്യാവശ്യമായ മോതിരം കല്യയുടെ മകൾ രേവതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ നഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മോതിരം ഊരി താഴെ വീണു. രേവതിയെ രക്ഷപ്പെടുത്താനും സാധിച്ചു. മോതിരം കയ്യിൽ നൂരി വീണതോടെ ഇദ്ദേഹത്തിന് അധിക സമയം ആ ടൈം ലൈനിൽ നിൽക്കാൻ പറ്റാതായി. കുറച്ച് നാളുകൾ കൂടെ ഹാപ്പി ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ ദേവകിയോടൊപ്പം ജീവിക്കാൻ പറ്റിയെങ്കിലും ഒരു ദിവസം ഇദ്ദേഹത്തിന് ആ ടൈം ലൈനിൽ നിന്ന് അപ്രത്യക്ഷനാവേണ്ടി വന്നു. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഇദ്ദേഹം ആ ടൈം ലൈനിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നത് കണ്ടാണ് നമ്മുടെ ഗോപാൽ ഇദ്ദേഹം ഒരു ടൈം ട്രാവലർ ആണെന്ന് മനസ്സിലാക്കുന്നത്. തന്റെ ഒറിജിനൽ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ അറിവ് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോകാനും ദേവകിയോടൊപ്പം ജീവിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു എക്സാക്ട് വർഷത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. 1996 പോകേണ്ടതിന് പകരം അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നത് 2001 മാത്രമാണ്. അറിവ് 2001 എത്തിയിട്ട് കാര്യമില്ലല്ലോ. കാരണം അറിവിന്റെ ഭാര്യ ദേവകി ഇവരുടെ കുഞ്ഞിന്റെ ജനനത്തോടു കൂടി മരണപ്പെട്ടു. 1996 തന്നെ മരണപ്പെട്ടു. പിന്നീട് ആ കുഞ്ഞ് നമ്മുടെ ഗോപാലിന്റെയും യശോദയുടെയും മകനായിട്ടാണ് വളർന്നു വരുന്നത്. ആ കുഞ്ഞാരാണ്? ഈ അറിവ് തന്നെയാണ്, നമ്മുടെ അപൂർവയാണ്. ദേവകി മരണപ്പെട്ടു എന്നും ദേവകിയുടെയും അറിവിന്റെയും കുഞ്ഞിനെ ഇപ്പോൾ ഗോപാലും യശോദയുമാണ് വളർത്തുന്നതെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ ഒരു തവണയെങ്കിലും തന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് അറിവ് ആവശ്യപ്പെട്ടു. എന്നാൽ ഗോപാൽ സമ്മതിച്ചില്ല. ഒരു ടൈം ട്രാവലറായിട്ട് വന്ന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മതി, ഇനി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അറിവാവട്ടെ തനിക്ക് തന്റെ കുഞ്ഞിനെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതോടെ ഗോപാലും അറിവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവായി. വലിയ ബഹളമായപ്പോൾ ഗോപാൽ കാറിലിരുന്നൊരു കത്തി എടുത്ത് നമ്മുടെ അറിവിനെ കുത്തി. വാശിപ്പുറത്ത് ചെയ്തും പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അറിവ് ഇങ്ങനെ പിടഞ്ഞു വീഴുന്നത് കൊണ്ട് ഗോപാൽ ഒത്തിരി പേടിച്ചു. താൻ ഒരാളെ കൊന്നു എന്നുള്ള കുറ്റബോധം കാരണം പുള്ളിക്കാരൻ അവിടുന്ന് കാർ എടുത്ത് നേരെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ഭാര്യയോടും അവരുടെ വളർത്തുമകൻ നമ്മുടെ അപൂർവയോടും ഒരു കാര്യം പോലും പറയാതെ അവിടുന്ന് നേരെ കാർ ഓടിച്ച് ആ പാലത്തിൽ ചെന്ന് അവിടുന്ന് വെള്ളത്തിൽ ചാടുമായിരുന്നു. എന്നാൽ അന്ന് ഗോപാലിന്റെ കുത്തുകൊണ്ട് അറിവ് വീണെങ്കിലും അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെയും അദ്ദേഹത്തിന്റെ ഒറിജിനൽ ടൈം ലൈനിൽ നിന്ന് ഏതാണ്ട് 2054 വരെ ജീവിക്കുന്നുണ്ട്. ഈ ലൂപ്പ് ഇതേപോലെ തന്നെ തുടർന്ന് പോയാൽ ശരിയാവത്തില്ല. താൻ തന്നെ തന്റെ അമ്മയുമായിട്ട് മെയ്റ്റ് ചെയ്ത് കുഞ്ഞിനെ ജനിപ്പിച്ച് അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമല്ലോ. ഇതെങ്ങനെയും തടഞ്ഞു നിർത്തണമെന്ന് തീരുമാനിക്കുന്ന അറിവ് അവിടുന്ന് നേരെ 2021 ട്രാവൽ ചെയ്ത് വന്ന് നമ്മുടെ അപൂർവയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പൊ അപൂർവയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ എങ്ങനെ ഈ ലൂപ്പ് തടഞ്ഞു നിർത്തും? അതിന് അറിവ് പറയുന്ന ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ അപൂർവയായിട്ടുള്ള ഈ പുള്ളിക്കാരനുണ്ടല്ലോ 2021 നമ്മുടെ അപൂർവ, ഇവനെ അങ്ങ് കൊന്നുകളയുക. ഇവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ
അറിവായിട്ട് മാറത്തില്ല, ടൈം ട്രാവൽ ചെയ്യത്തില്ല, ഇവൻ്റെ അമ്മയുടെ അടുത്ത് പോകത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപൂർവ അങ്ങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ എക്സിസ്റ്റൻസ് മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയാം. ആരും ടൈം ട്രാവൽ ചെയ്ത് ദേവകിയുടെ അടുത്ത് ചെല്ലാൻ പോകുന്നില്ല, ദേവകി നമ്മുടെ അപൂർവയ്ക്ക് ജന്മം കൊടുക്കാൻ പോകുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ അപൂർവ എന്നൊരു വ്യക്തി തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. അതോടെ ഈ ഒരു ലൂപ്പിന് അവസാനമാവും, അപൂർവയും ഇല്ലാണ്ടാവും, അറിവും ഇല്ലാണ്ടാവും. ഈ ഒരു ലൂപ്പ് തടഞ്ഞു നിർത്താൻ ഇത് മാത്രമേ ഉള്ളൂ വഴിയെന്ന് പറഞ്ഞ് നമ്മുടെ അപൂർവയെ അറിവ് കൊല്ലാൻ തുടങ്ങുമ്പോൾ അപൂർവ അങ്ങനോട് കെഞ്ചിക്കാണ് ഒരൊറ്റ ദിവസം കൂടെ അവനെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മറ്റൊന്നിനു വേണ്ടിയല്ല, ഇവൻ്റെ അമ്മയോട് അവസാനമായിട്ടൊരു ഗുഡ് ബൈ പറയണം, പുള്ളിക്കാരിയോട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കണം. നേരത്തെ അവരോട് ദേഷ്യപ്പെട്ടിരുന്നല്ലോ, അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം. പിന്നെ ഒരു ദിവസം ഇവനെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ഇവൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ജീവിക്കണം, അവളെ ഹാപ്പിയാക്കി വെക്കണം. അതിനുവേണ്ടി ഒരേ ഒരു ദിവസം മാത്രമേ ഇവന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അറിവും സമ്മതിച്ചു. ഇവന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ട് അടുത്ത ദിവസം അറിവിൻ്റെ തന്നെ അടുത്ത് ചെയ്യുന്ന ഇവൻ്റെ ജീവിതം അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോടും സംസാരിച്ചു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ പുറകോട്ട് ടൈം ട്രാവൽ ചെയ്ത് ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ, നമ്മുടെ അപൂർവയെ ആ 3 ആളുകൾ വന്ന് ശമിക്കുന്ന സമയത്ത് അപൂർവയുടെ മറ്റൊരു വേർഷൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നത്. ഇതാണ് സംഭവം. ഇവിടുന്ന് ടൈം ട്രാവൽ ചെയ്ത് ചെയ്യുന്ന അപൂർവയാണ് അവിടെ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നല്ലൊരു ദിവസം സ്പെൻഡ് ചെയ്തത്. അന്നത്തെ ദിവസം മുഴുവൻ സ്വപ്ന ഹാപ്പി ആയിരുന്നു. അന്ന് ഇവർ പിരിയുന്നതിന് മുമ്പ് നമ്മുടെ സ്വപ്ന ഇവനൊരു റിങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ റിങ് ഒന്ന് ശ്രദ്ധിച്ചേ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അറിവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട റിങ് അല്ലേ ഇത്? യെസ്, രേവതിയെ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട റിങ്ങാണിത്. അല്ല, ഈ റിങ് എങ്ങനെ സ്വപ്നയുടെ കൈ വന്നതല്ലേ? കാരണം ആ രേവതിയാണ് നമ്മുടെ സ്വപ്നയുടെ അമ്മ. അന്ന് രേവതി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ ആരോ വന്ന് രേവതിയെ രക്ഷിച്ചു. രേവതിയോട് ആളെ ഒന്നും കാണാൻ പറ്റിയില്ല, ഈ റിങ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ തന്നെ രക്ഷപ്പെടുത്തിയത് ഈ റിങ് ആയിരിക്കും, ഇതിനെന്തോ പവർ ഉണ്ടെന്ന് കരുതി പുള്ളിക്കാർ ഇത് തന്നെ അവരുടെ എൻഗേജ്മെന്റ് റിങ് ആക്കി. ഇനിയിപ്പോൾ രേവതിയുടെ മകൾ സ്വപ്നയ്ക്കും ഇതേ റിങ് തന്നെ എൻഗേജ്മെന്റ് റിങ് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ് രേവതിയുടെ ആഗ്രഹം. ഇതിനെല്ലാം ശേഷം അടുത്ത ദിവസം നമ്മുടെ അപൂർവ അറിവിൻ്റെ അടുത്തെത്തി. അറിവ് പറഞ്ഞ പോലെ ഇന്ന് അങ്ങേരെ അപൂർവയെ കൊല്ലും, ഈ ലൂപ്പിന്റെ അവസാനം കൊണ്ടുവരും എന്നൊക്കെയാണ് അറിവ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ അപൂർവയുടെ സ്വഭാവം മാറി. പുള്ളിക്കാരൻ ചാടി ഗണ്ണൊക്കെ എടുത്ത് അറിവിന് നേരെ ചൂണ്ടി, ഇവിടെ ഞാനല്ല മരിക്കേണ്ടോ, നീയാണ് മരിക്കേണ്ടതെന്ന് പറഞ്ഞ് അറിവിനെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊന്നേ. വെൽ, ഇവന്റെ ലൈഫ് ഇത്രത്തോളം കുളവാക്കിയത് ഇങ്ങേരാണല്ലോ. ഇങ്ങേര് ഇവന്റെ ലൈഫിൽ വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി ഇവനെ ഈ വഴിയിലോട്ട് കൊണ്ടുവന്നതാണല്ലോ. ഇതൊന്നും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നേരത്തെ തന്നെ ഇങ്ങേർക്ക് സോൾവ് ചെയ്യാമായിരുന്നു. എന്നിട്ടും ഈ പുള്ളിക്കാരൻ ഇത് കുഴച്ച് മറിച്ച് അവസാനം ഈ പോയിന്റിൽ എത്തിച്ചപ്പോൾ അപൂർവയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ഈ കാഴ്ചയാണ് നേരത്തെ നമ്മുടെ ഹീറോ ഒട്ടും സ്റ്റേബിൾ അല്ലാതെ ടൈം ട്രാവൽ ചെയ്ത സമയത്ത് കണ്ടത്. അപൂർവ അറിവിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിട്ട്. അറിവിനെ ഷൂട്ട് ചെയ്ത് കൊന്നു മാത്രമല്ല, ഇവിടെ നമ്മുടെ അപൂർവയും സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്നുണ്ട്. കാരണം ഇവനൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ജീവിതം മുഴുവൻ ഒരു തെറ്റായിരുന്നു. ടൈം ട്രാവൽ ചെയ്തു പോയി ഇവന്റെ അമ്മയെ വിവാഹം ചെയ്തു, അവരിലൂടെ ഇവനെ തന്നെ ജനിപ്പിക്കുന്നു, ഇവന്റെ തന്നെ ഫ്യൂച്ചർ വേർഷനെ കൊന്നുകളയുന്നു, അപൂർവയുടെ വളർത്തച്ഛന്റെ മരണത്തിന് കാരണമാകുന്നു. ഇങ്ങനെ കുറേയധികം തെറ്റുകൾ ഇവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ട്. ഓർ ഈ ലൂപ്പ് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത് തുടരാൻ അനുവദിച്ചുകൂടല്ലോ. ഈ ലൂപ്പ് ഇവിടെ അവസാനിപ്പിക്കണമെങ്കിൽ അപൂർവയും ഇല്ലാണ്ടായേ പറ്റൂ എന്ന് മനസ്സിലാക്കി അവൻ ആത്മഹത്യ ചെയ്തു. അവിടെ കട്ട് ചെയ്താൽ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേക സ്ഥലത്ത് മുഖംമൂടിയൊക്കെ ധരിച്ച് നിൽക്കുന്ന 2 ആളുകളെയാണ് വീണ്ടും നമുക്ക് കാണിച്ചിരുന്നത്. ആ മുഖംമൂടിയൊക്കെ ധരിച്ചു നിന്ന 2 ആളുകൾ മറ്റാരുമല്ല, നമ്മുടെ അപൂർവയും സ്വപ്നയുമാണ്. ഇവർ 2 ആളും എങ്ങനെ ഇവിടെ വന്നതല്ലേ? അപൂർവയുടെ എക്സിസ്റ്റൻസ് അപൂർവ തന്നെ ഇല്ലാതാക്കി. അതായത് ജനിക്കേണ്ട ഒരുത്തൻ ഇനി ഈ ലോകത്ത് ജനിക്കത്തില്ല. ബട്ട് സംശയം സ്വപ്നയുടെ കാര്യത്തിലാണ്. സ്വപ്ന എങ്ങനെ ഇവിടെ വന്നു? കാരണം നമ്മുടെ അപൂർവ ജനിച്ചില്ലെങ്കിൽ സ്വപ്നയും ജനിക്കത്തില്ല. അപൂർവ ജനിച്ച് ഒരു പോയിന്റിൽ അവൻ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു ചെല്ലുന്നത് കൊണ്ടാണ് സ്വപ്നയുടെ അമ്മ രേവതിയെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്. അപൂർവ ജനിക്കാത്തത് കൊണ്ട് തന്നെ സ്വപ്നയുടെ അമ്മ രേവതിയെ ആരും രക്ഷപ്പെടുത്തത്തില്ല. പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യും. അതായത് അപൂർവ മരിച്ചതോടെ അപൂർവയുടെ എക്സിസ്റ്റൻസ് മാത്രമല്ല ഇല്ലാതാവുന്നത്, സ്വപ്നയുടെ എക്സിസ്റ്റൻസും ഇല്ലാതായി. ശരിക്കും ഈ ലോകത്ത് ജനിക്കേണ്ടിയിരുന്ന 2 പേരാണ് അപൂർവയും സ്വപ്നയും. അപൂർവ ഒരു ലൂപ്പിലാണെങ്കിലും ഈ ലോകത്ത് അവൻ ജനിക്കേണ്ടിയിരുന്നു. എന്നാൽ ടൈം ലൈൻ മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് അവന്റെ എക്സിസ്റ്റൻസ് തന്നെ അവൻ ഇല്ലാണ്ടാക്കിയതോടെ അപൂർവയ്ക്കും സ്വപ്നയ്ക്കും ഈ ലോകത്ത് ജനിക്കാൻ പറ്റാതായി പോയി. തങ്ങളുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാണ്ടായി ഈ ലോകത്ത് ജനിക്കാൻ പറ്റാണ്ടായി പോയി ഈ 2 പേരും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ലോകത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കാണേണ്ടി വന്നേക്കും. ഇനിയും വ്യക്തമായി പറഞ്ഞു തരണമെങ്കിൽ ഞാൻ മറ്റേ വൈറ്റ് ബോർഡൊക്കെ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സർക്കിൾ ഇട്ട് കാണിച്ചു തരേണ്ടി വരും. അത്രയ്ക്കൊന്നും പോകേണ്ടി വരത്തില്ല. ഇൻ കേസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകാവുന്നേ ഉള്ളൂ. പിന്നെ മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി, കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഗുഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ സിനിമകൾ ഇനിയും കാണാം.